ജൻസി ആയിട്ടുമില്ല ആയതുമില്ല എന്നാൽ പഴയത് തീരെയാണെന്ന് പറയാനും വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞ ഇടയിലൂടെ കടന്നു പോയൊരു ജനറേഷനാണ് ഞങ്ങളുടെയൊക്കെ. ഓണത്തിൻ്റെ ആഘോഷങ്ങൾ വലിയ സംഘാടകനായിട്ട് നിൽക്കാനുള്ള സമയം എനിക്ക് അവിടെ കിട്ടിയിട്ടില്ല. പക്ഷേ അതിനൊക്കെ പാർട്ടാക്കാൻ കഴിയുന്ന സമയങ്ങളൊക്കെ പോയി പാർട്ടായിട്ടുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതില്ലാതാകും എന്നുള്ളതാണ്. നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെടാൻ ഒരു 10-12 ചെറുപ്പക്കാർ എപ്പോഴും സജീവമായിട്ടുണ്ടാകാറുണ്ട്. ഇന്നങ്ങനെ ഇതിപ്പോൾ എന്നെ പറ്റി മനസ്സിലാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതല്ല. എനിക്ക് തലേന്നും അതിൻ്റെ പിറ്റേന്നൊക്കെ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഞാൻ ആ രാവിലെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വീട്ടുകാരോടും പറഞ്ഞില്ല. മാത്രമല്ല ബന്ധുക്കളെല്ലാവരും കാണും. അപ്പോൾ ഇവരെല്ലാം വിളിക്കും, അവൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ സാധാരണ രീതിയിൽ. പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നാളെ നീ പോയിട്ട് MLA ആകണം മന്ത്രി ആകണം എന്നുള്ളത് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കലല്ല. എനിക്കതിനകത്തൊരു ശരിയുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. പിന്നൊരു ഉത്തരവാദിത്തമാണ് മന്ത്രിയായതിനു ശേഷം ആയിത്തോണം എന്ന് പറഞ്ഞാൽ കൂടി മന്ത്രിയായതിനു ശേഷമുള്ള ഓരോ ദിവസവും നമുക്ക് പുതിയതാണ്. CM ആണ് അത് പരസ്യമാക്കിയിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ സംഭവം എന്താ? മെസ്സി വരുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളിൽ മെസ്സി വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ യുവത്വത്തിനെ തിരിച്ചുവിടാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പിണറായി വിജയനിലുണ്ടായിരുന്ന പോസിറ്റീവ് എന്താണ്? എൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടം മുതൽ കണ്ടിട്ടുള്ള നേതാക്കന്മാരിൽ കോടിയേരി ബാലകൃഷ്ണനാണ് എനിക്ക് താല്പര്യം തോന്നിയ ഒരാൾ. ഈ മന്ത്രിസഭ വന്നതിന് ശേഷം ഇപ്പം ഇത്രയായിട്ടും ഒന്നിനും തലപ്പത്തേക്ക് ആളുകൾ വരും. ഇപ്പോൾ സ്പോർട്സ് കൗൺസിലാണെങ്കിൽ ആളുകൾ വരുന്നില്ല. ഒരു റിമാൻഡ് 14 ദിവസം പോയി. അതിൽ 7 ദിവസം കഴിയുമെങ്കിലും ഇവൻ ജാമ്യം കെട്ടി കണക്കാക്കാം. അപ്പോൾ ഒരു 10 റിമാൻഡ് കഴിഞ്ഞാൽ 70 ദിവസം അവിടെ പോയോ? 70 ദിവസം തന്നെ വീട് കഴിയണ്ടേ? അതുണ്ട്. അത് ചില പോലീസുകാർക്ക് ഒരു പ്രത്യേകതയാണ്. കണ്ടാലറിയാവുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ അടി എൻ്റെ കിട്ടിയ എൻ്റെ കഴുത്തിനാണ്. അതൊരു വലിയ ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക് ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. മൈജി ഓണം മാസ് ഓണം. നമസ്കാരം. ഓണമൊക്കെയാണ്. സോഹ, ഓണമൊക്കെ അല്ലേ? പിന്നെ നമുക്കിന്ന് ഓണത്തിന് ആരുടെ കൂടെയാണ് നമ്മൾക്ക് ആഘോഷിക്കുന്നത്? നമുക്ക് ആരുടെ കൂടെ വേണമെങ്കിലും ആഘോഷിക്കാം. പക്ഷേ ഇന്ന് വന്നേക്കുന്നതൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ആരാണ് വന്നിരിക്കുന്നത്? യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കേരളത്തിലെ മന്ത്രിയായി എത്തിയിട്ടുള്ള, അതായത് ഇന്ന് നമ്മുടെ യുവജനകാര്യ മന്ത്രിയും അതുപോലെ തന്നെ കായിക മന്ത്രിയുമായിട്ടുള്ള OJ ജനീഷാണ് ഇന്ന് നമുക്കൊപ്പം എത്തിയിട്ടുള്ളത്. അതെ, കാരണം ഓണത്തിന് നമ്മുടെ മാവേലിയുടെ ഭരണമാണല്ലോ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ നമുക്കൊരു മന്ത്രിയെ തന്നെ ഓണത്തിന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രസകരമായി എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ഇതിൽ ഇൻട്രക്ഷൻ ഒന്നും തരാൻ പറ്റില്ല. ആയിക്കോട്ടെ. ഞങ്ങൾ 3 പേരും കൂടി മന്ത്രി എടുത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓണമൊക്കെയാണ്. അപ്പുറത്ത് 3 പേരാണ്, ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പോരാടാം നമുക്ക്, അല്ലേ? ആയിക്കോട്ടെ. ഓണമാണ്. എന്തൊക്കെയാണ് ഓണ ഓർമ്മകൾ? ഓർമ്മകൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഭയങ്കര ക്ലീഷയായിട്ട് പറയില്ല. ഇങ്ങനെ ഞങ്ങളുടെ കാലത്തേക്ക് ഓണമാണ് ഓണം, ഇപ്പോഴത്തെ ഓണം എന്തോ ഓണം എന്ന് നിങ്ങൾ പോലെ എല്ലാവരും പറയില്ലേ. നമ്മുടെയൊക്കെ തലമുറയിലുള്ള എല്ലാ ആൾക്കാരും പറയുന്നതാണ്. പക്ഷെ ഓരോ സമയത്തും ഓണത്തിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട്. ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് പൂക്കളിടുന്നതും പൂക്കൾ പറിക്കാൻ തൊട്ടടുത്ത പ്രദേശം വരെയൊക്കെ പോകുന്നൊരു സംഗതിയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. അവരവരുടെ വീട്ടിലുണ്ടെങ്കിൽ അത് പറിക്കാമെന്നല്ലാതെ പിന്നെ പുറത്തുനിന്ന് കടകളിൽ നിന്ന് വാങ്ങി ഇടുക എന്നുള്ളതല്ലാതെ മറ്റു സാഹചര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ബാല്യം സ്വാഭാവികമായിട്ടും ഈ ജൻസിക്കും പിന്നെ പഴയതിനും ഇടയിലുള്ളൊരു തലമുറയാണല്ലോ. ജൻസി ആയിട്ടുമില്ല ആയതുമില്ല എന്നാൽ പഴയത് തീരെയാണെന്ന് പറയാനും വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞ ഇടയിലൂടെ കടന്നു പോയൊരു ജനറേഷനാണ് ഞങ്ങളുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് പഴയ തലമുറയുടെ ഓണാഘോഷങ്ങളിലെ കുറേയൊക്കെ ഭാഗങ്ങൾ നമ്മളും ഭാഗമായി. പൂക്കളിടുന്നതും പിന്നെ അത്തത്തിൻ്റെ സമയം വരെയുള്ള പൂക്കളിടുന്ന കാര്യങ്ങളാണെങ്കിലും ഓണത്തിന് ഓണം കൊള്ളുന്നതിന് വേണ്ടിയിട്ട് തൃക്കാരപ്പിനെ പിന്നെ നമ്മൾ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കുന്നതും തറയുണ്ടാക്കുന്നതും വെളുപ്പിന് അന്നേ ദിവസം ഓണം കൊള്ളുന്ന അടക്കമുള്ള ആ ഓർമ്മകളൊക്കെ എല്ലാവരെ പോലെയൊക്കെ തന്നെ നമുക്കുമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ആ ദിവസമാണ്, 10 ദിവസമാണ് നമ്മൾ ചെറിയ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ബന്ധുക്കളും സമപ്രായക്കാരായ കസിൻസൊക്കെ വീടുകളിലേക്ക് വരുന്ന ഒരു ഉത്സവാന്തരീക്ഷമാണ്. അപ്പോൾ ഓണം എപ്പോഴും നമുക്കൊരു ഫെസ്റ്റിവൽ മൂഡാണ്, ആഘോഷമാണ്. ഓണത്തെ സംബന്ധിച്ച് എല്ലാവർക്കും പറയാനുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് മാത്രമാണ്.
മറ്റേ പഴയ മലയാള പരീക്ഷയിൽ ചോദിക്കുന്ന ഓണത്തെക്കുറിച്ച് 10 വാക്കിൽ 11 വാക്ക് പറഞ്ഞു. അതുകൊണ്ട് അതിൽ ഈ രാഷ്ട്രീയവും ഇതിൻ്റെ തിരക്കും ഒക്കെ ആകുമ്പോൾ പലപ്പോഴും ഈ ആഘോഷങ്ങളൊക്കെ മിസ്സാവാറുണ്ടല്ലോ. ഇപ്പോൾ ചിലപ്പോൾ ഓണത്തിന് വീട്ടിലേക്ക് എത്താൻ പോകുമ്പോഴായിരിക്കും വേറൊരു പ്രശ്നം നാട്ടിൽ നടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും ഇത് ആഘോഷിക്കാൻ പറ്റാതെയൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെയില്ല. ഈ ആ ദിവസം മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നുള്ളതാണ്. ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു യാന്ത്രികമായ ഓണമാണ്. ഇപ്പോൾ ആ ദിവസങ്ങളിൽ മാത്രം നമ്മളുണ്ടാകുന്നു. അന്ന് ദിവസം ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് ഉണ്ടാകുന്നുള്ളതൊക്കെ. ഓണത്തിൻ്റെ അന്ന് എന്തായാലും വീട്ടിലുണ്ടാകും. ആ ദിവസം നിർബന്ധമായിട്ട് ഉണ്ടാകാറുണ്ട്. അത്ര വലിയ തിരക്കൊന്നും അവകാശപ്പെടാനൊന്നും ഇല്ല. എന്നാൽ കൂടി പഴയതുപോലെ ചെറിയ പ്രായത്തിൽ ഓണം എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലെ ഈ ഓണത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വായിക്കുകയും അല്ലെങ്കിൽ ഓണാഘോഷം സ്കൂളിൽ മുതലേക്ക് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്ക് അതിൻ്റെ ഒരു വൈബ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വീട്ടിലേക്കും പോകുമല്ലോ. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതില്ലാതാകും എന്നുള്ളതാണ്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ നമുക്ക് ആ സമയത്താണ് ഒരു ഓണക്കോടി കിട്ടുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സഹോദരിമാരെ ഭർത്താക്കന്മാരൊക്കെ വിദേശത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് വരുമ്പോഴൊക്കെ ഈ സമയത്താണ് വരുന്നതെങ്കിൽ കുറച്ച് പിന്നെ ഷർട്ടിൻ്റെയൊക്കെ മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ടൈലർ ഷോപ്പിംഗ് കൊടുക്കുക, തേച്ച് മേടിക്കുക. ഓണം കഴിഞ്ഞ് ആദ്യത്തെ ബുധനാഴ്ചയാണ് കളർ ഡ്രസ് ഇട്ട് സ്കൂളിൽ പോകാൻ കഴിയുന്ന ദിവസം. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിലെ ഓണത്തിന് എല്ലാവരും ഭയങ്കര കളർഫുള്ളായിട്ട് വരും. നമ്മൾ പോകുമ്പോഴും ഞാനായാലും അനിയനായാലും എൻ്റെ കസിനായാലും ഞങ്ങളെല്ലാം ഒരേ കളർ ടോണിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം ഈ ഹൈസ്കൂളിലും UP-യിലും LP-യിലും ഒരേ കളർ ഷർട്ടിട്ട് 3 ആളുണ്ടാവും. ഈ ഓണത്തിന് ഓണക്കോടിയൊക്കെ എടുത്തോ? ഈ ഓണത്തിന് ഓണക്കോടി എടുക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വയം മേടിക്കുകയല്ല. പുതുമയില്ലാണ്ടായി. ഇപ്പോൾ ഓണത്തിനൊന്നുമല്ലല്ലോ. ഓണത്തിനും വാങ്ങും, വിഷുവിനും വാങ്ങും. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ടി വന്നാൽ നമ്മൾ ഒരു ഷർട്ടും കൊണ്ടും വാങ്ങും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കായിക മന്ത്രിയാണ്. അപ്പോൾ നമുക്കറിയാൻ ആഗ്രഹമുണ്ട്, പണ്ട് ഈ ക്ലബ്ബുകളുടെയൊക്കെ ഭാഗമായിട്ട് കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അത്തരം ഓർമ്മകൾ എന്തൊക്കെ? ചെറിയ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടക്കാലത്ത് ഞാൻ ഈ പോളിടെക്നിക് പഠനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ലോക്കലിലൊക്കെ പോകുന്നതിനൊക്കെ ഒരു ഗ്യാപ്പിൽ കുറച്ച് കാലങ്ങളൊക്കെ നാട്ടിൽ സജീവമായിട്ടുണ്ടായ സമയത്തൊക്കെ അവിടെ ഞങ്ങളെ കുഴൂർ, എൻ്റെ പഞ്ചായത്ത് കുഴൂരാണ്. കുഴൂരിലൊരു വായനശാലയുണ്ട്. അപ്പോൾ വായനശാലയുടെ ഓണാഘോഷ പരിപാടികളിലൊക്കെ അവരുടെ കൂടെ ഉണ്ടാകാറുണ്ട്. അന്നേ ദിവസം ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഒരു പായസം വിതരണം കൊടുക്കുന്നുണ്ട്. പിന്നീട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ പരിപാടികളൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ ഒന്ന് പോയി പങ്കെടുക്കുക എന്നല്ലാതെ ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ വലിയ സംഘാടകനായിട്ട് നിൽക്കാനുള്ള സമയം എനിക്ക് അവിടെ കിട്ടിയിട്ടില്ല. പക്ഷേ അതിൻ്റെയൊക്കെ പാർട്ടാകാൻ കഴിയുന്ന സമയങ്ങളൊക്കെ പോയി പാർട്ടായിട്ടുണ്ട്. പക്ഷേ ക്ലബ്ബുകളൊക്കെ ആയിട്ട് വളരെ സജീവമായിരുന്നു. ഒരു 10 വർഷം മുമ്പ് വരെ നമുക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ക്ലബ്ബുകളെല്ലാം വളരെ സജീവമാണ്. ഇപ്പോൾ അത്രത്തോളം സജീവമല്ല. ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലത്ത് മുഴുവൻ നമ്മൾ ഏത് ഗ്രാമപ്രദേശങ്ങളിലൂടെ പോയാലും ഒരു ചെറിയ മുറിയും ഒരു ചെറിയ ഒരു രജിസ്ട്രേഷൻ നമ്പറൊക്കെ എഴുതി വെച്ച ഒരു ചെറിയൊരു ബോർഡ്, അത് വളരെ പോസിറ്റീവായിട്ടൊരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ നമുക്ക് കാഴ്ച കുറഞ്ഞു. അവരെ കുറേ ആക്ടിവിറ്റികളുണ്ടായിരുന്നു. ഓണം വന്നാൽ പിന്നെ പല പരിപാടികൾ, പ്രത്യേകിച്ച് തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ വരും. ഇപ്പം അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. ടിവിയും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ വരുമ്പോൾ അവർക്ക് ചാനലിലുള്ള പരിപാടികൾ മുമ്പ് നമുക്ക് എൻഗേജ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ക്ലബ്ബുകൾ ഒരുക്കുന്ന പരിപാടികൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും സാംസ്കാരിക പരിപാടികൾ, അതൊക്കെയാണ് നമുക്ക് പുറത്തുനിന്ന് എൻഗേജ് ചെയ്യാനുള്ള പരിപാടി. TV-യിലാണെങ്കിലും ഒരുപാട് പ്രോഗ്രാംസ് അന്നില്ല. പിന്നെയാണല്ലോ ടെലിവിഷൻ വിപ്ലവമൊക്കെ വന്ന് കൂടുതലായി. ഇപ്പോൾ ഓൺലൈൻ ചാനലുകളുടെ പരിപാടി. അപ്പോൾ ഓണാഘോഷിക്കാൻ വീട്ടിൽ വെറുതെ ഇരുന്നാലും കാണാനുള്ളൊരു കണ്ടന്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സമയം പോകാനുള്ള കണ്ടന്റ് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. പരിപാടികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത്തരം കൂട്ടായ്മകളൊക്കെ ഈ രീതിയിലൊക്കെ നഷ്ടപ്പെടുന്നതേ ഒരു രാഷ്ട്രീയക്കാരെന്നുള്ള നിലയിലും നമ്മുടെ ഒരു കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിലൊക്കെ അതൊരു തലമുറയെ പിന്നോട്ടാണോ നയിക്കുക? ഇതൊക്കെ ഇതിൻ്റെ ഒരു ആവശ്യം, പ്രത്യേകിച്ച് ഓണക്കാലത്തൊക്കെ ഉള്ളൊരു ഈ കൂട്ടായ്മകളൊക്കെ നഷ്ടപ്പെടുന്നതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതൊരു തലമുറയ്ക്ക് സാമൂഹ്യ ബന്ധങ്ങൾ കുറയ്ക്കുന്ന ഒരു കാര്യമായിട്ട് പറയുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരുടെയും ഒരു കോണ്ടാക്ട് ലിസ്റ്റ് വർദ്ധിച്ചിട്ടുള്ളത് വീട്ടിനകത്ത് മാത്രം ഒതുങ്ങിയിരുന്നപ്പോഴല്ലോ, പുറത്തേക്ക് ഇറങ്ങി സമാന ചിന്താഗതിക്കാരായ ആളുകളായിട്ട് കൂടുതലായിട്ട് ഇടപെട്ട് വരുമ്പോഴല്ലേ. ക്ലബ്ബുകളാണെങ്കിലും അതല്ലെങ്കിൽ പാർട്ടികളാണെങ്കിലും, അതല്ല ഇനി ക്ലബ്ബും രാഷ്ട്രീയ പാർട്ടികളൊന്നുമല്ല, ഇനി മറ്റെന്തെങ്കിലും മേഖലകളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ വർദ്ധിച്ചു വന്നിട്ടുള്ളത്. തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ, തൊട്ടടുത്ത വീടുള്ള ആളുകളായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അകലെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് അല്ലെങ്കിൽ അതിർത്തികൾക്കപ്പുറത്തുള്ള ആളുകളുമായി ഇന്ന് സോഷ്യൽ മീഡിയ കണക്ട് ചെയ്യുന്നുണ്ട്, ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പണ്ട് കാലങ്ങളിൽ നിന്നിരുന്നത് പോലെ അത്ര ഊഷ്മളമായൊരു ബന്ധമാണോ എന്ന് ചോദിച്ചാൽ ആ തലത്തിലേക്ക് ഒരു പക്ഷേ കാലം മാറുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അവരതിനെ ആ രീതിയിൽ ആസ്വദിക്കുന്നുണ്ടാകും. നമുക്കൊരു പക്ഷേ അങ്ങനെ തോന്നുന്നതായിരിക്കാം. നമ്മൾ പണ്ടുണ്ടായിരുന്ന പോലെ ഒരു ഊഷ്മളമായ ബന്ധമെല്ലാം തോന്നുന്നതായിരിക്കും. പക്ഷേ നാട്ടിൻപുറങ്ങളിലെ കൂട്ടായ്മകൾ വീണ്ടും സജീവമാകുന്ന എപ്പോഴും നല്ലതാണ്. അവർ സജീവമായി തന്നെ നിൽക്കുന്നത്. ഇപ്പം മുമ്പൊരു കല്യാണത്തിൻ്റെ തലേന്ന് ആഘോഷമായിട്ട് എല്ലാവരും കൂടി കൂടുകയും പിന്നെ തേങ്ങ ഇരണ്ടാനും തേങ്ങ പിഴിയാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് എല്ലാവരും ഒരു നാട്ട് മൊത്തമല്ലേ കല്യാണം നടത്തുന്നത്, വിളമ്പുന്നത്, സദ്യ ഒരുക്കുന്നത്, കല്യാണത്തിൻ്റെ പന്തലൊരുക്കുന്നത്, എല്ലാ കാര്യത്തിലും ആ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആ ക്ഷണിക്കപ്പെട്ട അതിഥികളും ചെറുപ്പക്കാരെല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇവൻ്റ് ഏൽപ്പിക്കുകയാണ്, അവർ വരുന്നു, അവർ പാചകം ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് പോയി നിന്ന് കൊടുത്താൽ മതി. എളുപ്പത്തിലാണ്. എക്സ്പെൻസ് കൂടുമെങ്കിൽ കൂടി സമയവും കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പക്ഷെ അവിടെ കൂട്ടായ്മകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന സൗഹൃദങ്ങളൊക്കെ എണ്ണം കുറഞ്ഞു തുടങ്ങി.
അതുപോലെ തന്നെയല്ലോ മരണങ്ങൾ സംഭവിച്ചാലും അവിടെയും വന്ന് ചേർന്ന് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നോക്കി നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട കുറേ ആളുകളെ പോലെ സ്വയം ഉത്തരവാദിത്തപ്പെട്ട കുറേ ആൾക്കാർ ഉണ്ടാകാറുണ്ട്. ക്ലബ്ബുകളുടെ പരിപാടികൾ സംഘാടനത്തിൻ്റെ ഭാഗമായി മുന്നിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെടാൻ ഒരു 10-12 ചെറുപ്പക്കാർ എപ്പോഴും സജീവമായിട്ടുണ്ടാകാറുണ്ട്. ഇന്നങ്ങനെ സമയം കളഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ അതിനുള്ള സമയം ലഭ്യമാകാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ കുറയുന്നുണ്ടാകും. എന്നാൽ കൂടി വേറൊരു രീതിയിൽ വേറൊരു ഫോമിൽ അത് നിലനിൽക്കുന്നുണ്ട്. അല്ല, എന്നാലും ഇപ്പോൾ യുവ നേതാവാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ മിനിസ്റ്ററാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ പുതുതായിട്ട് പുതിയ തലമുറ യുടെ എണ്ണം കുറയുന്നതൊക്കെ ഇത്തരം കൂട്ടായ്മകളുടെയൊക്കെ ഒരു കുറവ് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അല്ല, നമ്മൾ പറയുകയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ചെറുപ്പക്കാരെല്ലാവരും കൂടി നടത്തിയൊരു വലിയ സമരമാണ് പിന്നെ ഒരു മന്ത്രിയെ രാജിവെപ്പിച്ച് ഇന്ന് പുറത്തു പോയത്. അപ്പോൾ കൺവെൻഷണലായ പൊളിറ്റിക്കൽ പാർട്ടികളുടെ കീഴിലേക്ക് മാത്രം അവർ വരാത്തത് കൊണ്ട് അവർ രാഷ്ട്രീയവാദികളാകണം എന്നില്ല. ഒരുപക്ഷെ ഈ പറയുന്ന പോളിസികളോടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയോടോ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം എന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഭാഷയും കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള രീതികളിലേക്ക് നമ്മളും മാറിയാൽ അവരും സ്വാഭാവികമായിട്ട് ഇതിൻ്റെയൊക്കെ പാർട്ടാകും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് എപ്പോഴും ചെറുപ്പുണ്ടാകണം. ആ ചെറുപ്പം നഷ്ടപ്പെട്ടു പോയാൽ ചെറുപ്പക്കാർ നമ്മളിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വർഷങ്ങളോളം പരിചയമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഫോമിലല്ലല്ലോ ഡൽഹിയിലെ സമരം നടന്നത്. ആ വന്നുകൂടിയ ചെറുപ്പക്കാരിൽ പലർക്കും ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും മറ്റ് സംഘടനകളൊക്കെ ഉള്ള ചെറുപ്പക്കാർ തമ്മിലുള്ള ആത്മബന്ധം പോലെ ഒരു ബന്ധമുള്ള ആളുകളല്ല. പക്ഷേ അവരൊരു പോളിസി മാറ്ററിൽ അവർ വന്ന് സംഘടിച്ചതാണ്. ഒരൊറ്റ പോയിന്റിലാണ് അവരെല്ലാം കൊണ്ട് യുണൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞുപോയി. അങ്ങനെ ഇനി ഒരു പക്ഷേ മറ്റൊരു രണ്ടാമത് ഈ സമരം തുടങ്ങിയാൽ വേണമെങ്കിൽ അത് വിജയിക്കണമെന്നില്ല. കാരണം അവരെ ഈ കാര്യം ഇതുപോലെ തന്നെ ട്രിഗർ ചെയ്യപ്പെടണമെന്നില്ല. പക്ഷേ അവരെല്ലാം കൂടി വന്നു, അവരെല്ലാം കൂടി വലിയ സമരമായിട്ടിൻ്റെ ഭാഗത്തു നിന്ന് എത്രയോ ലാത്തിച്ചാർജിലുണ്ടായിട്ടും അവർ പിരിഞ്ഞു പോകാതെ നിന്നു. ഒരു പരിധി വരെ അവരുടെ ആ ഒരു അജിറ്റേഷൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ നടന്നു. അപ്പോൾ അവർക്ക് പൊളിറ്റിക്സ് ഇല്ല എന്നുള്ളതല്ല, നമ്മൾ പറയുന്ന രീതികളിൽ അവർ ഈ കാലഘട്ടത്തിൽ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ രീതികൾ മാറണം, കമ്മ്യൂണിക്കേഷൻ്റെ രീതി മാറണം, ആശയവിനിമയത്തിൻ്റെ രീതികളിൽ വലിയ കാലോചിതമായ മാറ്റം ഉണ്ടാകണം, പോളിസിയിൽ മാറ്റം ഉണ്ടാകണം, പാർട്ടികൾ ചെറുപ്പമായി കഴിഞ്ഞാൽ ചെറുപ്പക്കാർ നമ്മളോട് വരും. എനിക്ക് തോന്നുന്നു ഇത് വലിയ ഈ ഓണം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയാനുഷ്ഠാനം ആദ്യത്വമാണ് അല്ലേ. നമ്മൾ തലേന്ന് വരെ ചർച്ചയിലില്ല മന്ത്രിയുടെ പേര്. ഇത്തരം ഒരു പേര് പോലും ഒരു ചാനൽ ഞാൻ ഉൾപ്പെടെയുള്ള ആരും ഈ പേര് വരുന്നില്ല. രാവിലെ മുഖ്യമന്ത്രി പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു തലേന്ന് രാവിലെയാണ് വണ്ടി കയറിക്കോ സത്യപ്രതിജ്ഞ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കയറി വന്നു മന്ത്രിയാവും. ഇലക്ഷൻ സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിലെ ആഴത്തിലൊന്ന് കണ്ണു നിറഞ്ഞ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ഷാഫി പറമ്പിലൊക്കെ വന്നതിന് ശേഷം ഒരു സ്റ്റേജിൽ വണ്ടിയിൽ ഇരുന്നിട്ട് അമ്മയെ ചേർത്ത് പിടിച്ചൊരു പ്രസംഗമുണ്ട്. അമ്മ തൊഴിലുറപ്പിന് പോകുന്ന കഥകൾ പറയുന്നത്, ഒത്തിരി അടി വാങ്ങിയിട്ടുണ്ട്. അപ്പോഴും അമ്മ പറഞ്ഞു രാഷ്ട്രീയത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അന്ന് എനിക്ക് തോന്നുന്നു വൈഫിൻ്റെയും താങ്കളും ഉൾപ്പെടെ കണ്ണു നിറഞ്ഞൊരു സീനായിരുന്നു. എനിക്കിപ്പോഴും താങ്കൾ ഇപ്പോൾ പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. അമ്മയുമായിട്ടുള്ള ആത്മബന്ധം, അമ്മ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് താങ്കളുടെ കൂടെ ഇന്ന് എന്തിനും. പക്ഷേ മന്ത്രിയാവുന്നു, പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ കയറി പെട്ടെന്ന് വരാൻ പറയുന്നു, ഒരു ചാനലും ചർച്ച ചെയ്യാത്തൊരു മന്ത്രി. അതൊന്ന് ഓർത്തെടുക്കുക, അമ്മയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഓർത്ത്. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത ഈ ചർച്ചയില്ലായിരുന്നു പറയുമ്പോൾ ചാനലുകളിൽ ചർച്ചയില്ലായിരുന്നു. അതിപ്പോൾ എൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഘട്ടത്തിൽ പോലും ചാനൽ ചർച്ചകളിലല്ല ഞാൻ എൻ്റെ വഴിയിലൂടെ നടന്നത്. അപ്പോൾ ചാനലുകളിൽ ഡിസ്കഷനിലായിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ എനിക്ക് അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ആ സമയത്തുണ്ട്. പക്ഷേ എന്നാൽ കൂടി എന്നോടൊരു പ്രത്യേക ഒരു നിർദ്ദേശം പറഞ്ഞു, ഇത് ആരോടും പങ്കുവയ്ക്കാൻ വേണ്ടി പാടില്ല, വീട്ടിൽ വൈഫിനോട് പോലും ഈ വിഷയം പറയരുത്. കാരണം ഇത് ചർച്ചകളാണ്, ആ ചർച്ചകൾക്കനുസരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു പോകേണ്ട കാര്യമല്ല. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ അന്നേ ദിവസം ഏറ്റവും കുറേയേറെ പരിപാടികളുണ്ടായിരുന്നു. എനിക്ക് തലേന്നും അതിൻ്റെ പിറ്റേന്നൊക്കെ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഞാൻ ആ രാവിലെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വീട്ടുകാരോടും പറഞ്ഞില്ല, ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നുള്ള കാര്യം വീട്ടുകാരോടും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് അതിനിടയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ഒരു പോയിന്റിൽ അത് ലീക്കായതുകൊണ്ട് അത് അനൗൺസ്മെൻറ്റിന് മുമ്പ് പെട്ടെന്ന് പിന്നെ തുടരെ ഫോൺ കോൾസ് വന്നു തുടങ്ങി. പിന്നീട് അത് അനൗൺസ് ചെയ്യപ്പെട്ടു. പക്ഷേ ചർച്ച കേരളത്തിലുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ മുമ്പിലേക്കും ഈ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഇതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതെ അദ്ദേഹത്തെ കണ്ട് അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ ഡിസിഷൻ്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിർണായക തീരുമാനം, മിനിസ്ട്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ളൊരു നിർണായകമായ തീരുമാനം, അത് രാജ്യത്താകമാനമുള്ള യൂത്ത് കോൺഗ്രസ് രംഗത്ത് വളരെ സാക്രിഫൈസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നൊരു മെസ്സേജാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം. അപ്പോൾ ആ തീരുമാനത്തിന് ഞാൻ താങ്ക്സ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം, വളരെ ക്ലീനായി തന്നെ പോവുക, മിനിസ്ട്രിയും ക്ലീൻ ആവുക, പേഴ്സണലി നമ്മൾ ക്ലീനായി നിൽക്കുക, പൊളിറ്റിക്സ് തിരിച്ച് നന്ദിയല്ല വേണ്ടത്, തിരിച്ച് പ്രവർത്തനം കൊണ്ട് പാർട്ടിക്ക് കൊടുക്കേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്.
എൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈഫിൽ മുഴുവനായിട്ട് വരുമ്പോൾ ഞാൻ പിന്നെ ഒരു 20-21 വർഷക്കാലത്തോളമായിട്ട് സംഘടനാ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുമ്പോൾ ഞാൻ മാത്രമല്ല എന്നോടൊപ്പം തന്നെ ഒരു പരിധി വരെ കുടുംബവും അതിൻ്റെ കുറേയേറെ കാര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. വല്ലപ്പോഴും ഓണത്തിനും വിഷുവിനും വീട്ടിൽ കയറി ചെല്ലുന്നത് മാത്രമല്ലല്ലോ, അല്ലാതെയും കുറേയേറെ കാര്യങ്ങൾ വീടുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവും. അപ്പം അത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ എന്നെ വല്ലാതെ ഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി ഇത് അവസാനിപ്പിച്ച് പിന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ നിൽക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അവരാരും കാണിച്ചില്ല. ഒരു പരിധി വരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നാളെ നീ പോയിട്ട് MLA ആകണം മന്ത്രിയാകണം എന്നുള്ള പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കലല്ല. എനിക്കതിനകത്തൊരു ശരിയുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പിന്നെ ഇവർ അമേരിക്കേൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ തൊഴിലുറപ്പുത്തിയുടെയൊക്കെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ. രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ഞാനും അനിയനൊക്കെ പല കാര്യങ്ങൾക്കായിട്ട് പുറത്തു പോകുന്നു. വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ തനിച്ചിരിക്കുന്നതിന് പകരം അന്നത്തെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ടീച്ചറുണ്ട്, ശാന്തകുമാരി ടീച്ചർ എന്ന് പറയും. അപ്പോൾ അവരാണ് അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുന്നത്, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി കുറച്ചൊന്ന് എൻഗേജ് ചെയ്ത് നിൽക്കാമല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കൂടെ കൂടുന്നത്. പിന്നെ അതൊരു സൗഹൃദമായി അവരുടെ ചുറ്റുവട്ടത്തുള്ള അമ്മമാരും ചേച്ചിമാരും അവരെ കൂടി. അപ്പോൾ അവർക്ക് ഒരുമിച്ച് രാവിലെ പോകുന്നു, അവരെല്ലാം കൂടി സംസാരിച്ച് ഇതിൻ്റെ ഭാഗമാകുന്നു, വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അവരെ സംബന്ധിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് കുറച്ച് ശമ്പളമാകുന്ന രീതിയിൽ ചെറിയ പണമാണെങ്കിൽ കൂടി ഒരു പണം കിട്ടുന്നു. ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ലാത്തൊരു സാഹചര്യം വരുന്നു. ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളോടൊന്നും ചോദിക്കേണ്ടതില്ല. ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. സ്ത്രീകളെ ശാക്തീകരിച്ചൊരു പരിപാടിയായിരുന്നു, അതിഭയങ്കരമായി ശാക്തീകരിച്ചൊരു പരിപാടിയാണ്. അതിൻ്റെ ഒരു ശക്തി അവർക്കും ഉണ്ടായി ഒരു കാര്യങ്ങളിലൊക്കെ. പിന്നെ വീട്ടിൽ അമ്മയെ സംബന്ധിച്ചിട്ട് പിന്നെ ഞാനിതിലേക്കൊക്കെ പോകുമ്പോൾ ഈ മാർച്ചുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ഭയം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകണം ഭയം തന്നെയല്ലേ. ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു വട്ടം വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാകുകയും വളരെ മൃഗീയമായി പരിക്കേറ്റ് കുറേ ദിവസങ്ങളൊക്കെ ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് തലയ്ക്ക് ഇങ്ങനെ മുട്ടയടിച്ച് വലിയ സ്റ്റിച്ചൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ തന്നെ വലിയ സ്റ്റിച്ചിടേണ്ടൊക്കെ വലിയ പാടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാടോടുകൂടിയാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പത്രത്തിലൊക്കെ ഫ്രണ്ട് പേജ് വാർത്തയാണ് ആ സമയത്ത്. നിയമസഭയിൽ ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ ഷർട്ട് ബ്ലഡിൽ കുതിർന്ന ഷർട്ട് പൊക്കി പിടിച്ച് പ്രസംഗിക്കുന്നതും അതിൻ്റെ വാർത്ത. പിന്നെ മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജ്, മാതൃഭൂമിയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ വാർത്തയൊക്കെയാണ്. അപ്പോൾ ഈ വാർത്തയൊക്കെ വേണമെങ്കിൽ അന്നത്തെ ദിവസം 10 മണി കട്ട് ചെയ്യാം, അത് വേണമെങ്കിൽ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചാനൽ വേണമെങ്കിൽ ഒന്ന് വിഷയിലൊക്കെ വീട്ടിൽ അനിയോടെ കുളിച്ച് വേണമെങ്കിൽ പതുക്കെ കേബിളൊന്നും ഇട്ട ചാനലാരും കാണാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ബാക്കി ഇവരെ കൂടെയുള്ള ജോലി ചെയ്യുന്ന എല്ലാവരും കാണും, മാത്രമല്ല ബന്ധുക്കളെല്ലാവരും കാണും. അപ്പോൾ ഇവരെല്ലാം വിളിക്കും, അവൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ സാധാരണ രീതിയിൽ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ വല്ലാതെ പാനിക്കാവും, ഒരു സ്വാഭാവികമായിട്ട് ഭയപ്പെടും. അപ്പോൾ ഞാൻ അങ്ങനെ അന്ന് വരുന്ന സമയത്ത് മാത്രമാണ് വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ വല്ലാതെ പ്രയാസപ്പെട്ട് കരഞ്ഞു പോകുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഘട്ടങ്ങളിലൊക്കെ ഒരു ചെറിയ മനക്കരുത്തുകളോടുകൂടിയൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ളൊരു മാനസികബലമൊക്കെ ഉണ്ട്. ഇപ്പം മന്ത്രിയായ ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്, അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് മന്ത്രിസഭയുടെയും ആദ്യത്തെ ഓണമാണ്, അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു മുന്നൊരുക്കങ്ങൾ? ഇല്ല, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൃശ്ശൂർ ജില്ലയിൽ അതിൻ്റെ ഒരു ചുമതലയുടെ ഭാഗമായി കുറച്ച് യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്തിരുന്നു. ഞാൻ MLA എന്ന നിലയ്ക്ക് എൻ്റെ നിയോജകമണ്ഡലത്തിൽ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി നിലയ്ക്ക് എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഓണാഘോഷ പരിപാടി 21-ാം തീയതി മുതൽ 25 വരെ നീണ്ടു നിൽക്കുന്നൊരു ഓണാഘോഷ പരിപാടി തുടങ്ങി വയ്ക്കുന്നുണ്ട്. അത് അവിടുത്തെ മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരു പരിപാടി ഇപ്പോൾ ഒന്ന് അതിൻ്റെ ആലോചനകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഓണാഘോഷങ്ങളിലൊക്കെ നമ്മളൊരു കാഴ്ചക്കാരനോ അല്ലെങ്കിൽ ആ സമയത്ത് ചെന്ന് പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണെങ്കിൽ ഈ ഒരു ഓണാഘോഷത്തെ സംബന്ധിച്ചൊരു സംഘാടകൻ എന്ന നിലയ്ക്ക് കൂടി അവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ പറയപ്പെടുന്ന ഓണം ഒരു പക്ഷേ എല്ലാവരും ആഘോഷിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. ഈ ഓണത്തിനും പ്രയാസപ്പെടുന്നവരും ബുദ്ധിമുട്ടുന്നവരായ ഒരുപാട് വലിയ ജനഭാഗം വേറെയുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില നിലപാടുകളൊക്കെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എടുക്കുന്നുണ്ട്. പിന്നൊരു ഉത്തരവാദിത്തമാണ് മന്ത്രിയായതിനു ശേഷം ആദ്യത്തെ ഓണം എന്ന് പറഞ്ഞാൽ കൂടി മന്ത്രിയായതിനു ശേഷമുള്ള ഓരോ ദിവസവും നമുക്ക് പുതിയതാണ്. ആദ്യത്തെ ഓണം ആദ്യത്തെ വിഷു മാത്രമല്ല, ഓരോ ദിവസവും നമുക്ക് പുതിയ തന്നെയാണ്. കാരണം ഓരോ ദിവസവും മുന്നിൽ വരുന്ന വിഷയങ്ങൾ വളരെ ഡിഫറെൻ്റാണ്. ചില കാര്യങ്ങൾ നമ്മൾ മുഖം നോക്കാതെ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. ആ തീരുമാനം എടുക്കുമ്പോൾ കുറേ ആളുകൾ നമുക്ക് ചിലപ്പോൾ എതിരാവും, കുറേ ആൾക്കാർ നമുക്ക് അനുകൂലമാവും. പക്ഷേ ശരിയായ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്നെ ഒരു ബോധ്യം എല്ലായ്പ്പോഴും നിലനിർത്തി തരണം എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. മന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണം എന്നുള്ളതല്ല, ഓരോ ദിവസവും എന്നെ സംബന്ധിച്ച് ഫ്രഷാണ്, ഡിഫറെൻ്റായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ കൂടി ഒരു പ്രത്യേകതയുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ വരെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ സമയത്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീട്ടിലമ്മയൊക്കെ വേണ്ടി ചിന്തിക്കുന്നുണ്ടാവും, ഇവനിങ്ങനെ പോയിട്ട് ഇതെന്താവും എന്നോട് ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മുടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ നാട്ടിൽ ജനം അംഗീകരിച്ചു എന്നുള്ള സന്തോഷമുണ്ട്. അതിനുശേഷം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ പാർട്ടിയും മുന്നണിയൊക്കെ അംഗീകരിച്ചുകൊണ്ട് സന്തോഷമുണ്ട്. വലിയ തെറ്റില്ലാതെ പോകാൻ കഴിയുന്നു എന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം സോഹന ഒരു ആക്റ്റീവായ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. സിനിമയോടൊപ്പം തന്നെ ആക്റ്റീവായ നിൽക്കുന്ന ആളാണ്.
എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ മന്ത്രിസഭ വന്നതിന് ശേഷം ഇപ്പം ഇത്രയും ആയിട്ടും ഒന്നിനും തലപ്പത്തേക്ക് ആളുകൾ വരും. ഇപ്പോൾ സ്പോർട്സ് കൗൺസിലാണെങ്കിൽ ആളുകൾ വരുന്നില്ല. അങ്ങനെ പല മേഖലയുണ്ട്. സോഹൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുള്ള അഭിപ്രായങ്ങളൊന്നും മന്ത്രിയോട് ഷെയർ ചെയ്യണം. അത് അല്ല, അതിപ്പോൾ ഒരു അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കൂടെ അല്ല, അതിപ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പരിഹരിക്കപ്പെടുമായിരിക്കും അല്ലേ? അതിൻ്റെ സമയങ്ങളൊക്കെ ആകുന്നില്ലേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഡിസ്കഷൻസ് എല്ലാം നടക്കുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിൻ്റെ തലപ്പത്തേക്ക് ആൾ വന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മുഖവും തലയും ശരീരവും ഒക്കെ തന്നെ മാറുന്ന ചില ഡിസിഷൻസിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായ നിയമനങ്ങളല്ല, അത് വളരെ ഇപ്പോൾ കാണുന്ന സ്പോർട്സ് രംഗത്ത് കാണുന്ന എല്ലാ മെക്കാനിസത്തിനും വലിയ മാറ്റം ഉണ്ടാവും. അതൊരു പോളിസി തരത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവും. അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ഡിലേ വരുന്നത്. അത് ആ ഡിലേ ശരിയായിരുന്നുവെന്ന് ഞങ്ങളെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. മെസ്സി വരുമോ? മെസ്സി വരുമോ എന്നുള്ള ചോദ്യമായിരുന്നു തുടക്കം മുതലേ കേട്ടിട്ടുണ്ടിരുന്നൊരു ചോദ്യം. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്ന കാര്യം മെസ്സി ഇവിടെ വരുമോ എന്നുള്ളതല്ല, ഇവിടെ നിന്ന് കുറച്ച് മെസ്സിമാർ വരുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രൈം കൺസേൺ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കുറേ മെസ്സിമാരുണ്ട്. ചെറുപ്പക്കാർ പിള്ളേർ സെറ്റിലൊക്കെ മെസ്സിയും നെയ്മറും ഹേമാലൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം അവരൊക്കെ ഒരു 10-15 വയസ്സിൽ അന്താരാഷ്ട്ര ടൂർണമെൻറ്റൊക്കെ കളിച്ചു തുടങ്ങിയ ആളുകളാണ്. നമ്മൾ കേരളത്തിലെ ഇപ്പോൾ ഞാൻ സെക്കി വിനീതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. പിന്നെ 17ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഫുട്ബോൾ പരിശീലനം കിട്ടിയത് എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ നമ്മൾ ഏത് പ്രായത്തിലാണ് ഇവരെയൊക്കെ ടാപ്പ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ ഇവരെയൊക്കെ ഇങ്ങനെയുള്ള പ്രതിഭകളുള്ള കുട്ടികളൊക്കെ പിക്ക് ചെയ്തെടുത്ത് അവർ ആ മേഖലയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇവിടെ നിന്നൊരു മെസ്സി എന്തായാലും വരും എന്നാണ് എൻ്റെ ഒരു മറുപടി. മെസ്സി കൊണ്ടുവരാൻ പോയ ആളുകളൊക്കെ ഇച്ചിരി പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ അല്ല, അത് വലിയ ചർച്ച നടക്കുകയാണല്ലോ. ഇന്നൊക്കെ ചർച്ച നടക്കണം. താങ്കളാണ് ആ ചർച്ചയ്ക്ക് തുടക്കം വെച്ചത്. എന്ന് വെച്ചാൽ താങ്കളുടെ അടുത്തേക്കാണ് വിവരാവകാശ നിയമപ്രകാരം ഇതിൻ്റെ രേഖകളെല്ലാം കിട്ടിയത്. താങ്കളത് CM-ന് കൈമാറുകയും ചെയ്തു. CM ആണ് അത് പരസ്യമാക്കിയിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ സംഭവം എന്താ? അതിൽ പിന്നെ ഞാനതിൽ ഒന്നുള്ളത് നമ്മൾ വകുപ്പ് തലത്തിൽ നടത്തിയൊരു അന്വേഷണമാണ്. അപ്പോൾ വകുപ്പ് തലത്തിൽ നടത്തിയൊരു അന്വേഷണത്തിനകത്ത് വകുപ്പിൻ്റെ കൈകളിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഫയലല്ല എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് അതിൽ ധനവകുപ്പിൻ്റെയും നിയമവകുപ്പിൻ്റെയൊക്കെ കൂടുതലായ അന്വേഷണം ആവശ്യമുള്ളതും അതുപോലെ തന്നെ അന്താരാഷ്ട്ര കരാറുകളുള്ളതും അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രശസ്തനായ ഒരു ഫുട്ബോൾ കളിക്കാരനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ നമ്മളുടെ ഗവൺമെൻറ് തലത്തിൽ ഒരു സീരിയസ് ആയ അന്വേഷണം ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ആ ഫയൽ റെഫർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പിന്നെ മന്ത്രിസഭ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫയലാണ് എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാത്തത്. അതിൻ്റെ ഒരു പ്രൊസീജിയർ ലാപ്സാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അതിൽ പിന്നെ നടപടിക്രമങ്ങളിലെ വീഴ്ച അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ, ഒരു ലെറ്റർ, ഒരു കത്ത്, എന്തെങ്കിലും ഒരു അപേക്ഷയാണെങ്കിൽ കൂടി വന്നാൽ അതെങ്ങനെയാണ് വകുപ്പിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ തൊട്ട് ഒരുപാട് വീഴ്ചകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഗവൺമെൻറ് സംവിധാനത്തെ ഉപയോഗിച്ച് ഒരു സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് സ്ഥാപനത്തിൻ്റെയോ അല്ലാതെ ഒരു സ്ഥാപനത്തിൻ്റെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് ഗവൺമെൻറ് സംവിധാനങ്ങൾ എല്ലാം മെഷീനറിയും മെക്കാനിസവും എല്ലാം കൂടി അതിനെ ചേർത്ത് വെച്ച് ഒരു അന്താരാഷ്ട്ര കരാർ അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ട്രൈപാർട്ടി എഗ്രിമെൻ്റ് ആയിരുന്നു. ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിരുന്നു. ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിരുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിരുന്നില്ല എന്ന് വാദിക്കുകയും എന്നാൽ അതേസമയം തന്നെ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഭാഗമാവുകയും ഗവൺമെൻറ് തലത്തിലുള്ള സെക്രട്ടറിയുടെയും മറ്റുള്ള ആളുകളിലേക്ക് കത്തിടപാടുകൾ നടക്കുകയും മന്ത്രിയുടെ കത്തിടപാട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ചില കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ് എന്നുള്ളത് വന്നുകൊണ്ടാണ് അതിനൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ആ ഫയല് പിന്നെ ധനവകുപ്പും നിയമവകുപ്പും കൈകാര്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കൂടി ഒരു ഇടപെടലിന് വേണ്ടിയിട്ട് ആ ഫയൽ കൈമാറി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം വളരെ ഫർദറായിട്ട് പറയും. ചുരുക്കി പറഞ്ഞാൽ മെസ്സി വരുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മുതലുള്ള കാര്യങ്ങളിൽ മെസ്സി വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മെസ്സി വരും കേട്ടോ എന്നുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നതാണ്. അത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് പിന്നെ അർജൻറ്റീന ടീം വരുന്നതും മെസ്സി വരുന്നതൊക്കെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ബോണ്ടിങ് ആണല്ലോ. അപ്പോൾ അതിനെ വല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു രീതി ആ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ഒരു അന്നത്തെ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷവും അത് ഒരുപാട് കാലം മൂടി വയ്ക്കുന്നത് അത് മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല. അപ്പോൾ അത് നമ്മളതിൻ്റെ പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് അത് പിന്നെ CM-ന് കൈമാറി. പിന്നെ അതിൻ്റെ ചില കാര്യങ്ങൾ പുറത്ത് എങ്ങനെയൊക്കെയോ ചില മാധ്യമങ്ങൾക്ക് ലഭിച്ചു. അത് വലിയ വാർത്തയായിട്ട് ഇപ്പം നടക്കുന്നു. പക്ഷേ ഇപ്പോഴും ഞങ്ങളാരും അതിൻ്റെ മറ്റ് കണ്ടൻറ്റുകളിലേക്കൊന്നും കടന്നിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അതങ്ങനെ പറയുന്ന അത്ര അതുകൊണ്ടാണ് ജനറലായ കാര്യങ്ങളെ പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളങ്ങനെ പൊഴിച്ചു വയ്ക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്
കായിക വകുപ്പിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു രഹസ്യ സ്വഭാവത്തിൽ അതിനെ കൈകാര്യം ചെയ്ത രഹസ്യ സ്വഭാവത്തിലാണ്. പക്ഷേ വകുപ്പ് തലത്തിൽ പൂഴ്ത്തി വെച്ചില്ല, അതിന് ഹയർ അതോറിറ്റി കൈമാറി. ഈ ചില മത്സരങ്ങൾ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുകയും പിന്നീട് ദേശീയ തലത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം അതൊരു അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെയുള്ള മത്സരത്തിനൊക്കെ പല ഇപ്പോൾ കരാട്ടെ പോലെയൊക്കെയുള്ള വിഷയങ്ങളിലൊക്കെ, അപ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അവർക്കൊരു അല്ല, എല്ലായ്പ്പോഴും അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സ്പോർട്സ് കൗൺസിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇനങ്ങൾക്ക് മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമുള്ളൂ. അല്ലാത്ത കുറേയേറെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരും നമ്മുടെ കായിക താരങ്ങൾ തന്നെയാണ്, അവരെയും പരിഗണിക്കപ്പെടേണ്ടതാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാരാലിമ്പിക് മത്സരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്ന സമയത്ത് കോഴിക്കോട് നിന്ന് തന്നെ കാണാവുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. അവന് ഒരു കാലില്ല, പക്ഷേ ആ ഒരു കാല് വെപ്പുകാലാണ്. ഞാൻ അയാൾ നടന്നു വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായില്ല അയാൾക്ക് ഒരു കാലില്ലാത്ത ആളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വളരെ നോർമലായി ഒരാൾ നടന്നു വരുന്ന പോലെ തന്നെയാണ് എൻ്റെ റൂമിലേക്ക് വന്ന് സംസാരിച്ചത്. അപ്പോൾ എന്നോട് ഞാൻ അയാളെ ഫയലൊക്കെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത്, പിന്നെ എന്താണ് താങ്കളുടെ ഇതിൽ പങ്കെടുക്കാനുള്ളൊരു കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പിന്നെ പാൻസ് നോക്കി അയാളുടെ ഒരു കാല് വെപ്പുകാലാണെന്നുള്ളത് കാണിച്ചത്. ആ കാലിൻ്റെ ഊരി കാണിച്ചു തന്നത്. ആ ഒരു കാല് വെച്ചിട്ട് തന്നെ, ആ വെപ്പുകാല് വെച്ചിട്ട് തന്നെ അയാൾ ബൈക്ക് സ്റ്റണ്ട് ചെയ്യണതും മറ്റും കാണുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. പിന്നെ ഒരു 2 കാലുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ അയാൾ ഒരു കാലിൽ വെച്ച് തന്നെ ചെയ്യുന്ന അത്ര സ്പോർട്സ് സെൻട്രിക് ആയിട്ട് ചെറുപ്പക്കാരാണ്. അപ്പോൾ അയാൾ പക്ഷേ സഹായിക്കാൻ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കായിക വകുപ്പിൽ നിന്ന് അതിന് പണം അനുവദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അന്നത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നെ CM വിളിച്ചൊരു ദിവസം പറഞ്ഞു ആ വിഷയത്തിലൊന്ന് ഇടപെടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ 2ാമത് വർഷം ഞങ്ങൾ സ്പെഷ്യൽ ഇത് പ്രകാരം ഒരു സാമ്പത്തിക സഹായം ഒരുക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ അവരുടെ പോകാൻ സാധിക്കില്ല എങ്കിൽ അത് അറിയിക്കണം, അല്ലെങ്കിൽ അടുത്ത മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ അത് കത്തയച്ചു, ഇനി പങ്കെടുക്കാനില്ല എന്ന് പറഞ്ഞ് കത്തയച്ചു. അപ്പോൾ 2ാമത് എനിക്ക് അതിലൊരു സ്പോൺസറെ തപ്പി ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് മൈജി ഷാജി എന്നോട് അയാളെ സ്പോൺസർ ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് വന്നപ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ കത്തയച്ചു പോയി. പിന്നെ വീണ്ടും വകുപ്പ് തലത്തിൽ കുറേ ഇടപെടൽ നടത്തിയെങ്കിൽ കൂടി അയാൾക്ക് അതിന് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് മത്സര ഇനങ്ങളുണ്ട്. പക്ഷേ സ്പോർട്സ് കൗൺസിലിന് അംഗീകാരം ഇല്ലാത്തതുകൊണ്ട് അതൊരു പോളിസി ചേഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അതെല്ലാം ഈ പോളിസിയൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ വരുന്ന മാറ്റത്തിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവരൊക്കെ അതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി കഴിയും. പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം മത്സരത്തിന് ശേഷമാണ് നമ്മൾ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്താണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർ സ്വയം കണ്ടെത്തി അസോസിയേഷനൊക്കെ കണ്ടെത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പുകൾക്ക് അഡ്വാൻസ് ചെയ്ത് കൊടുക്കുകയും മത്സരങ്ങൾക്ക് റീഇംബേഴ്സ്മെൻ്റ് ആണ് സാധാരണ ചെയ്യുന്നത്. ക്യാമ്പാണല്ലോ കുറച്ചും കൂടി ഒരു ട്രെയിനിങ് ഫെസിലിറ്റി ആയിട്ട് വരേണ്ടതെന്നുള്ളതുകൊണ്ടാണ് അതൊന്നും കൂടി ഞങ്ങൾ പുനഃപരിശോധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ മത്സരത്തിന് പോകുന്ന സമയത്ത് തന്നെ അവർക്ക് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് കൂടി ആലോചിക്കുന്നുണ്ട്. നല്ല യാത്രാ സൗകര്യം കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് കൂടി ആലോചിക്കുന്നുണ്ട്. ഞാനതേ സിനിമയും ഓണം രാഷ്ട്രീയമായിട്ട് പോയി. ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയി ഞങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം. അത് രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാകും, സിനിമയിൽ നിന്നുണ്ടാകാം. ഓരോ ചോദ്യങ്ങൾ കൃത്യം ഓരോ ഉത്തരങ്ങൾ പറയാം. പിണറായി വിജയനുണ്ടായിരുന്ന പോസിറ്റീവ് എന്താണ്? ഞാൻ ഭയങ്കര കറേജസ് ആയിട്ടുള്ള ലീഡറാണ്. ഞാൻ നിയമസഭയിലും അദ്ദേഹത്തെ ശ്രദ്ധിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ മാനേഴ്സിനെ ശ്രദ്ധിക്കാറുണ്ട്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ഈ ഒരു മന്ത്രിസഭ വളരെ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഈ ഒരു യുവജനകാര്യ മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾ തുടക്കത്തിലേ സൂചിപ്പിച്ചു, ഇപ്പോൾ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ചെറിയ തോതിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവരെ നമുക്ക് സമഗ്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മുടെ യുവത്വത്തിനെ തിരിച്ചു വിടാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ ഈ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ഏറ്റവും ഹിറ്റായ ഒരു പരിപാടിയാണ്. ഇപ്പോൾ പേര് പോലെ തന്നെ പിന്നെ ഭയങ്കരമായി ഹിറ്റായ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ആഭ്യന്തര വകുപ്പ് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ പഴയ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ, ഇപ്പോൾ സൂര്യയുടെ തമിഴ് സിനിമയിലില്ലേ മറ്റേ വിദേശത്ത് പോയിട്ട് ക്രിമിനലുകൾ പിടിക്കുന്ന പോലെ, എനിക്കിപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം പറഞ്ഞു, പിന്നെ കേരളത്തിലെ ഈ ഒരു പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. അതായത് തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട് മുഖ്യമന്ത്രി കാണുന്നു, പിന്നെ കർണാടക പോയിട്ട് കർണാടക മുഖ്യമന്ത്രി കാണുന്നു, തെലങ്കാനയിൽ പോയിട്ട് രേവന്ത് റെഡ്ഡിയെ കാണുന്നു. അപ്പോൾ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കാണുന്നു, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ സ്പെഷ്യൽ യോഗം വിളിച്ച് ചേർക്കുന്നു. ഒരു ഫോളോ അപ്പ് ആയിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് പോവുക. അപ്പോൾ ഈ സിനിമയിൽ പിന്നെ മസിൽ പെരുപ്പിച്ച് ആളുകളെ ഇടിച്ചു തോൽപ്പിക്കുന്ന ആളുകൾ മാത്രമല്ല, ഒരു ഡിസിഷൻ എടുക്കുകയും അത് ഒരു പോളിസി എടുക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാനേജ്മെൻറ്റ് സ്കില്ല് കാണിക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഹീറോയിറ്റിക് ആയിട്ടുള്ളൊരു ഇമേജിലാണ് ശ്രീ രമേശ് ചെന്നിത്തല നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ആളുകളുടെ മുമ്പിൽ ഈ നായക സങ്കല്പത്തിന് ഭയങ്കരമായ ആറടിപ്പൊക്കവും ഭയങ്കര ഭീകരമായ സൈസും ഭയങ്കര എപ്പോഴും പിന്നെ അതിഭീകരമായി ഭയങ്കര എക്സ്ട്രീം ലെവലിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്നുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടായാലും മതി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം അങ്ങനെ വളരെ എല്ലായ്പ്പോഴും ഭയങ്കര അഗ്രസീവ് മോഡിൽ പ്രതികരിക്കുന്ന ആളൊന്നുമല്ല, വളരെ സോഫ്റ്റായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എടുത്ത പോളിസിയിൽ ഒരു നയത്തിൽ ഒരു ഇഞ്ച് പോലും മാറ്റമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് അധികാരത്തിൽ വരുന്നതിന് മുമ്പും അതിന് ശേഷമൊക്കെ.
ഓപ്പറേഷൻ തൂഫാൻ ഏറ്റവും സക്സസ് ആയ ഒരു പരിപാടിയാണ്, ഒരു ക്യാമ്പയിനാണ്. ഒരേ സമയം തന്നെ ഒരു എൻഫോഴ്സ്മെൻറ്റ് നടന്നു, ഒരേ സമയം തന്നെ ഒരു ക്യാമ്പയിൻ നടന്നു. അപ്പോൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഏറ്റവും താഴെയുള്ള ഇരകളാക്കപ്പെട്ട ആളുകളാണല്ലോ പലർക്കും പിടിക്കപ്പെടാറുള്ളത്. ഇതിൻ്റെ കാരിയേഴ്സ് പിടിക്കപ്പെടുന്ന ഒരു ഘട്ടം വന്നല്ലോ. അധ്യാപകർ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അധ്യാപികമാർ ഇത് കൊടുക്കും നമ്മളാരും പ്രതീക്ഷിക്കുന്ന പോലുമില്ല. പക്ഷെ അങ്ങനെ ആ കണ്ണികൾ വരെ മുറിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ ക്യാമ്പയിൻ പോയി. ഒരു പൊതുവിലിപ്പോൾ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അവൈലബിലിറ്റിയിൽ ഒരു കുറവ് വരുത്തിയിട്ടുണ്ട്. അവർ തന്നെ സ്വയം ഒരു കുറവ് വരുത്തുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അന്യ സംസ്ഥാനത്തും വരുന്നതിലൊരു കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ക്യാമ്പയിനാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേ കൂടി എൻഗേജ് ചെയ്യാൻ കഴിയുന്ന ചില പരിപാടികൾ കൂടി ഞങ്ങൾ കായിക വകുപ്പിൻ്റെയും പിന്നെ യൂത്ത് അഫയേഴ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണല്ലോ. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ്റെ ഒപ്പം തന്നെ ഇത് നടപ്പാക്കണം നിർബന്ധമില്ല. ഓപ്പറേഷൻ തൂഫാൻ ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സായി മുന്നോട്ട് പോവുകയും നമ്മൾ എഫക്റ്റീവായി കഴിയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ സ്പോർട്സിൻ്റെയും യൂത്ത് അഫയേഴ്സിൻ്റെയും ഭാഗമായ ഒരു ബോധവൽക്കരണ പരിപാടി എപ്പോഴും എല്ലാവർക്കും ബോറടിക്കുന്ന രീതിയിലാകാതെ കുറേ കൂടി എൻഗേജിങ് ആകുന്ന രീതിയിലേക്ക് കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടനെ വരും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയൊരു ക്യാമ്പയിനാണല്ലോ ഈ ലഹരിയിൽ നിന്നും വിമുക്തി നേടാൻ സ്പോർട്സിലേക്ക് തിരിയൂ എന്നുള്ളത്. അപ്പോൾ ഇതിൽ അവസാനമായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനെ പറ്റിയിട്ട് കൂടി ഒന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ഷാർപ്പായി പ്രതികരിക്കുന്ന ഒരു നേതാവാണ്. വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ്. ക്യാബിനറ്റിനായാലും പുറത്തായാലും പത്രസമ്മേളനങ്ങളായാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ക്ലാരിറ്റി വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വിഷയങ്ങൾ പഠിക്കാനുള്ള സമയം ഇത് എവിടെ നിന്ന് കണ്ടെത്തുന്നു എന്നുള്ളത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറകിലൊരു ഹാർഡ് വർക്കിംഗ് ഉണ്ട്. അദ്ദേഹത്തിനൊരു വിഷനോട് കൂടി തന്നെ കേരളത്തിൻ്റെ ഈ ഒരു മന്ത്രിസഭയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ പൊതുവിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ തന്നെയാണല്ലോ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 10 വർഷക്കാലം നീണ്ടു നിന്ന ഒരു ഗവൺമെൻറ് ഭരണത്തിന് ശേഷം വന്നിട്ടുള്ള ഗവൺമെൻറ്റാണ്. രണ്ട് ഗവൺമെൻറ്റിൽ നമ്മൾ പോളിസിയിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു 10 വർഷത്തെ കാര്യങ്ങളുടെ പോരായ്മകൾ വളരെ പെട്ടെന്ന് 2 മാസം കൊണ്ട് പൂർത്തീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു സമയം ആയിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി വളരെ ഹാർഡ് വർക്കിംഗ് ആയി തന്നെ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പോകുന്നു. ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടലുണ്ടാകുന്നു. വളരെ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നു. പൊതുവിൽ വളരെ പോസിറ്റീവായി തന്നെ ജനങ്ങൾ അദ്ദേഹത്തോട് പ്രതികരിക്കുകയും അദ്ദേഹം ജനങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്. പാട്ട് കേൾക്കാനാണോ ഇഷ്ടം, പാടാനാണോ ഇഷ്ടം? പാട്ട് കേൾക്കുന്ന ഇഷ്ടം. അങ്ങനെയാണ് സോഹൻ രണ്ടിലെയും പാട്ട്. അത് കുഴപ്പമില്ല, ഞാൻ ആസ്വദിച്ചോളാം. ഈ ചോദ്യം ചോദിക്കാൻ തന്നെയുള്ള ശബ്ദം എനിക്കില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ചോദ്യം തന്നെ ചോദിക്കുന്നത്. രണ്ടിലെയും പാടാന്ന് പാടാൻ പറ്റില്ല. ശബ്ദം ചോദ്യം ചോദിക്കാനുള്ള ശബ്ദം. ചോദ്യം ചോദിക്കാൻ അതാണ് അത്രയും ഇത് ആൾക്കാർക്ക് കാണാനുള്ളതല്ലേ. അപ്പോൾ ഇദ്ദേഹം പാടും. ഓണം ആഘോഷമല്ലേ, പാടുമല്ലോ അല്ലേ? പിന്നെ പാടില്ല. മമ്മൂട്ടിയാണോ മോഹൻലാലുമാണ് ഏറ്റവും ഇഷ്ടമുള്ള നടൻ? മമ്മൂട്ടിയുടെ പടങ്ങൾ ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേസമയം തന്നെ മോഹൻലാലിൻ്റെ ചില റോളുകൾ നമുക്ക് ചില സംഗതി രണ്ടുപേരും ഡിഫറൻ്റ് ആണ്. നമ്മളിങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ നീ മമ്മൂട്ടിയാണോ മോഹൻലാലാണെന്ന് ചോദിക്കുന്ന പോലെ പറഞ്ഞേ പറ്റൂ. അതെ. അപ്പോൾ നമ്മളന്ന് പിന്നെ മമ്മൂട്ടി പറഞ്ഞാലും പ്രശ്നമാണ്, മോഹൻലാൽ പറഞ്ഞാലും പ്രശ്നമാണ്. പക്ഷേ ചില സിനിമകളിൽ മമ്മൂട്ടിയെ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തോടുള്ള തോന്നുന്ന ഇഷ്ടം അതിഭീകരമാണ്. അതേസമയം തന്നെ ചില സിനിമകളിൽ മോഹൻലാലിനെ കാണുമ്പോൾ തോന്നുന്ന ഇഷ്ടം അതിഭീകരമാണ്. ഇന്ന് പിന്നെ വീണ്ടും ഒരുപാട് താരങ്ങളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുകയാണല്ലോ. പക്ഷേ എല്ലാവരും അവരുടേതായ സ്ട്രഗ്ലിങ്ങും സാക്രിഫൈസും കൊണ്ടാണ് ഇത്ര വർഷം നിലനിൽക്കുന്നത്. ഒരു കാര്യം പിന്നെ എല്ലാവർക്കും ഇവരും രണ്ടാളെന്നൊക്കെ പഠിക്കാനുണ്ട്. ഈ ഒരു സ്റ്റാർഡം വർഷങ്ങളോളം ഇങ്ങനെ നിലനിർത്തണമെങ്കിൽ അത് വെറുതെ നടക്കുന്നൊരു കാര്യമല്ല. അതൊരു വെറുതെ ഭാഗ്യമൊന്നുമല്ല. അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് അവർ അഭിനയിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല. അവർ അഭിനയത്തോടൊപ്പം തന്നെ അവരുടെ പിന്നെ ആ മേഖലയെ തന്നെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തു പോകുന്നുണ്ട്. അവർ പെരുമാറ്റം ഉണ്ടാവും, അവർ കാര്യങ്ങൾ പഠിക്കുന്ന രീതി ഉണ്ടാവും, പുതിയ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം ഉണ്ടാവും. പുതിയ അപ്ഡേഷൻ എനിക്ക് തോന്നുന്നു അവരൊക്കെയാണല്ലോ കൂടുതൽ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹാർഡ് വർക്കിംഗ് ആണ് ഇവർ രണ്ടാളുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണ്. എന്നാൽ കൂടി മോഹൻലാലിൻ്റെ സിനിമ കാണുമ്പോൾ എനിക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയുടെ സിനിമ കാണുമ്പോൾ മമ്മൂട്ടിനെ കൂടുതൽ ഇഷ്ടപ്പെടാം. ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ വരുന്ന മാളയിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ പേര് ലീഡർ ശ്രീ കെ കരുണാകരൻ എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ടി വിയിലൊരു വാർത്ത കാണുമ്പോൾ ലീഡർ രാജിവെക്കണമെന്നൊക്കെ കൊണ്ട് കുറേ ആളുകളിങ്ങനെ പിന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ ദൂരദർശൻ്റെ സമയത്താണ് ഒരു വാർത്തകൾ ഇങ്ങനെ വായിക്കുകയാണ്, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയേണ്ടത് ഞാനും ഇങ്ങനെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ വല്ലുവിനെ ശേഖരിച്ചിട്ടുണ്ട്. അച്ഛൻ കാണണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നുമില്ല, ആരാണത്, ഇതാണ് നമ്മുടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ. അന്ന് മുതലേ തോന്നുന്ന ഒരു കൗതുകമാണ്. അപ്പോൾ ഞാൻ അധികം അടുത്ത് നിന്ന് പരിചയപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുള്ള ആളല്ലെങ്കിൽ കൂടി മാളയിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ കേട്ടിട്ടുള്ള പേര് ഒന്ന് ലീഡർ ശ്രീ കെ കരുണാകരൻ്റെതാണ്. മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐക്കണിക് ലീഡറാണ്, നേതാവാണ് ശ്രീ കരുണാകരൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തോടാണ് ഏറ്റവും വലിയ ഇഷ്ടം. അടുത്ത് കണ്ട മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അടുത്ത് കണ്ടത് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ രീതികളാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. ജനങ്ങളിങ്ങനെ വരുമ്പോൾ അവരോട് പെരുമാറുന്ന രീതി, ഏതൊരു കാര്യത്തിനും അവർക്കൊപ്പം തന്നെ നിൽക്കാനുള്ള ശൈലിയും രീതിയും കാണിക്കുന്നതൊക്കെ തന്നെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറിയതിന് ശേഷമാണ് ശ്രീ എ കെ ആന്റണി സാറിന് അടുത്ത് സംസാരിക്കാനും പരിചയപ്പെടാനൊക്കെ അവസരം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതിയും വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മളിങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ എടുത്തു കഴിഞ്ഞാൽ ലീഡറുടെ രീതിയല്ല ശ്രീ എ കെ ആന്റണിയുടേത്, എ കെ ആന്റണിയുടെ രീതിയല്ല ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റേത്, അവരുടെ ആരുടെയും രീതിയല്ല ശ്രീ വി ഡി സതീശൻ്റേത്. അങ്ങനെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അല്ല, ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ സ്വാഭാവികമായിട്ട് ലീഡറുടെ പേര് പറയുള്ളൂ. പക്ഷേ ഏറ്റവും അടുത്ത് കണ്ട മുഖ്യമന്ത്രി ആയിരുന്നെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ശ്രീ വി ഡി സതീശനാണ്. പക്ഷേ എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന യാത്രക്കിടയിൽ കണ്ട മുഖ്യമന്ത്രികളിൽ ഒരാൾ, മുൻ മുഖ്യമന്ത്രികളിൽ ഒരാൾ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. KPCC പ്രസിഡന്റുമാരെല്ലാം മിടുക്കൻ ആരായിരുന്നു? അങ്ങനെയൊക്കെ ഒരു ചോദ്യമൊക്കെ ചോദിച്ച് എല്ലാവരും മിടുക്കന്മാരാണെന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. മിടുക്കനില്ലാത്ത ഒരാൾക്ക് KPCC പ്രസിഡന്റ് ആകാൻ വേണ്ടി കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, ഇത്രയും പാരമ്പര്യമുള്ളൊരു രാഷ്ട്രീയ പാർട്ടി, പിന്നെ സ്വാതന്ത്ര്യ സമരം മുതൽ ഉള്ള എല്ലാ പോരാട്ടങ്ങളുടെയും ഭാഗമായൊരു പാർട്ടി, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് യൂണിറ്റ്, ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളിരുന്ന പ്രസിഡന്റ് കസേര, ആ കസേരയിലേക്ക് വെറുതെ ഒന്നും ഒരാൾക്ക് വന്നിരിക്കാൻ പറ്റില്ല. മെഡിക്കലുകൊണ്ട് മാത്രമേ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാനുള്ള സമയം ഉണ്ടാവോ? ഈ ഓണത്തിനൊക്കെ ഒരു സിനിമയ്ക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ട്. ഞാൻ ഇപ്പോൾ കുറേ ആയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് ഉള്ളത്. പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായി. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ നിർത്തിയതാണ്. അതിനുശേഷം ഇറങ്ങിയ സിനിമകളൊന്നും സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് വസ്തുത. ഇടയ്ക്ക് പകുതി മുക്കാലൊക്കെ കണ്ടിങ്ങനെ പോയി കാണും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്ഥാനാർത്ഥിയാകുമോ ആകില്ലേ എന്നുള്ള, എവിടെയായിരിക്കും എന്നുള്ള ചിന്തകളിലൊക്കെ തിയേറ്ററിൽ പോയി ഇരിക്കാനുള്ള സമാധാനമില്ല. അതാണ് സത്യം. അവിടെ പോയി 3.5 മണിക്കൂർ ഇരിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് അന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ സ്ഥാനാർത്ഥി കഴിഞ്ഞ് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ നേരത്തെ ഉള്ളതിനേക്കാൾ ഫുൾ ടെൻഷനായി. ഇനി ജയിക്കുമോ എന്താകും എന്നുള്ള ടെൻഷൻ. വീണ്ടും എനിക്ക് ഇരിപ്പൊക്കെ ഉണ്ടായി. പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നും കൂടി ഉത്തരവാദിത്തമായി. അപ്പോൾ സമയമില്ലാണ്ടായി. അങ്ങനെ ഒരു 4-5 മാസമായിട്ട് പിന്നെ അതിന് അവസരം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തവണ ഓണത്തിനെങ്കിലും ഒരു പടത്തിന് കൂടെ വരണമെന്നൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെ. CPIM സംസ്ഥാന സെക്രട്ടറിമാരിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ആരായിരുന്നു? എൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടം മുതൽ കണ്ടിട്ടുള്ള നേതാക്കന്മാരിൽ കോടിയേരി ബാലകൃഷ്ണനാണ് എനിക്ക് താല്പര്യം തോന്നിയ ഒരാൾ. അദ്ദേഹത്തിൻ്റെ രീതി വളരെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണെങ്കിലും പൊതുയോഗങ്ങൾ സംസാരിക്കാൻ 1-2 പ്രശ്നങ്ങളാണ് പിന്നെ വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബോംബുണ്ടാക്കുന്നൊക്കെ പറഞ്ഞാൽ 1-2 വിവാദ പ്രശ്നങ്ങൾ ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ പൊതുവിൽ സൗമ്യനെ സംസാരിക്കുന്ന CPM സെക്രട്ടറിമാരിൽ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലീഡറിൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെ കുറിച്ച് ഞാൻ നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആളാണ്. പാർട്ടിയിൽ നിന്ന് പോയതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് വേറെ അടുപ്പങ്ങളില്ല. താങ്കൾക്ക് ഇനി ചെയ്യണമെന്ന് തോന്നുന്ന, കേരളത്തിലേക്ക് ചെയ്യണമെന്ന് തോന്നുന്ന സംഭവം? കേരളത്തിലെ കായിക വകുപ്പ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരും വളരെ അസൂയോടുകൂടി നോക്കി നിൽക്കുന്ന ഒന്നാക്കി മാറ്റണം എന്നുള്ളതാണ്. വേണ്ട എന്ന് തോന്നുന്നു? വേണ്ട എന്ന് തോന്നുന്നത് ഇപ്പം ഞാൻ പരസ്യയിലൂടെ പറയില്ല. അത് വേണ്ട. വേണ്ടെന്ന് തോന്നുന്നു. അത് വേണ്ടെന്ന് തോന്നുമ്പോൾ പറയുന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അങ്ങനെ ചോദിച്ചാൽ കൺഫ്യൂഷനാണല്ലോ. അത് ഉണ്ടായിരുന്നു. എനിക്ക് 2-4 പാട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ പെട്ടെന്നൊന്നും വരുന്നുമില്ല. എനിക്ക് പ്രേം പൂജാരിയുടെ സിനിമയിലെ പാട്ടുകളൊക്കെ ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളായിരുന്നു. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നത് അതാണ്. ഞാൻ ഇടയ്ക്ക് കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെക്കാറുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് പാട്ടുണ്ടായിരുന്നു. നമ്മുടെ ആകാശഭൂതിയിലെ പാട്ട്, മോഹൻലാലിൻ്റെ, അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ഇടയ്ക്ക് കാറിലൊക്കെ പോകുമ്പോൾ കേട്ടുള്ളൂ. ദുഃഖം വരുമ്പോൾ സാധാരണ ചെയ്യാറുള്ള? ദുഃഖം വരുമ്പോൾ എല്ലാവരെ പോലെ തന്നെ നമ്മൾ വിഷമിച്ചിരിക്കുക, വേറെ എന്തോ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ അതിനെ റിക്കവർ ചെയ്യാൻ എന്താ വെച്ചാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അത് മാറും. മാറി അടുത്ത പണിക്ക് പോകണമല്ലോ. ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട നിമിഷം ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട നിമിഷങ്ങളിലൊന്ന് പിന്നെ അച്ഛൻ്റെ മരണം ഒരു സങ്കടപ്പെട്ട നിമിഷമാണ്. പിന്നെ അതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയാസപ്പെട്ട നിമിഷങ്ങളിലൊന്ന്. പിന്നെ ബാക്കിയെല്ലാം പലപ്പോഴും നമ്മുടെ ഡിപ്പെൻസാണ്. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒരു പ്രയാസം വരുന്ന സമയത്ത് നമുക്ക് ഒരു വിഷമമുള്ള ഘട്ടം തന്നെയാണ്. ചില സമയത്ത് വളരെ നിസ്സഹായമായിട്ട് നിൽക്കേണ്ടി വരുന്ന സമയങ്ങളിൽ നമുക്ക് വളരെ വിഷമപ്പെട്ട കാര്യം തന്നെയാണ്. ഈ മരണവീടുകളിൽ പോകുന്ന എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആൾക്കാരെ കൊല്ലം മരണപ്പെട്ട സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടുത്തെ അലറി വിളിച്ചുള്ള കരച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അവിടെ ചെന്ന് എന്ത് ചെയ്യുമെന്നുള്ളൊരു സാധനമാണ്. അവരെങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എനിക്ക് വലിയ പ്രശ്നമാണ്. ഞാൻ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒന്നും മരണവീടുകളിൽ ചെല്ലുമ്പോൾ ഉള്ള ഘട്ടത്തിലാണ്. നമ്മൾ ഇപ്പോൾ സുഖമായിട്ട് കൂടുതൽ പോകുമല്ലോ. അപ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചിലരൊക്കെ കാണുമ്പോൾ തന്നെ കരയും. ചിലപ്പോൾ ആ ദിവസങ്ങളിൽ പോകാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴും നമ്മളെ കാണുമ്പോൾ തന്നെ അവർ കരയുകയും ചെയ്യും. അവരോടിപ്പോൾ എന്താ പറയുക? ഒരാൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്നുള്ള മരണപ്പെട്ട് വയ്ക്കുന്നത്. പോകട്ടെ സാരമില്ല എന്നുള്ള വാക്ക് പറയാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലല്ലോ.
അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ എനിക്ക് വലിയ പ്രയാസമാണ്. ഞാൻ പ്രത്യേകിച്ച് മരണ വീടുകളിൽ വളരെ ചെറിയ പ്രായത്തിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടാണെങ്കിൽ അവിടുത്തെ കരച്ചിലും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഫേസ് ചെയ്യുക എന്നുള്ളത്, അത് ഫേസ് ചെയ്യാൻ എനിക്ക് വലിയ പ്രയാസമുള്ള ആളാണ്. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്നെ ഉള്ളിലേക്ക് പോകും ആ ഘട്ടങ്ങളിലൊക്കെ. ഈ ഭാര്യ എന്തെങ്കിലും നമ്മൾ ചെയ്തതിന് ശേഷം അത് വേണ്ടായിരുന്നു, ചേട്ടൻ ഇത് ചെയ്തത് ശരിയല്ല, അതേതാണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളുള്ളത് എന്നുള്ളതാണ് അതിന്. ഞാൻ എവിടെയെങ്കിലൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ച എപ്പോഴും തന്നെ എൻ്റെ അടുത്ത് പറയും. ഞാൻ ചില സമയം ഞാൻ ഇച്ചിരി ഷോർട്ട് ടെമ്പേർഡായിരുന്നു. ഇപ്പോൾ എപ്പോഴാണ് എല്ലാവരും എന്നോട് ഇങ്ങനെ പിന്നെ സൗമ്യമായി പെരുമാറുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ വലിയ അതിശയമാണത്. എങ്ങനെ പറ്റുമെന്ന് എനിക്കെന്നെ അറിയാൻ പാടില്ല. പിന്നെ എനിക്കൊരു പ്രശ്നം, ഞാൻ ആരെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് പിന്നെ ഞാനും എൻ്റെ ഒരു ദിവസം പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലൊക്കെ ആരെങ്കിലൊക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്നോട് പറയാറുണ്ട് അത് ശരിയായില്ല. എൻ്റെ ഏറ്റവും അടുപ്പുള്ള ആൾക്കാരാണ് അത് കൂടുതൽ വഴക്കിടാറുള്ളത്. അപ്പോൾ വഴക്കിടല്ല, എന്നെ ഷോർട്ട് ചെയ്ത് സംസാരിച്ച് പോകുക. അപ്പോൾ അത് വേണ്ടാന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടാറുണ്ട്? യാത്രകൾ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ അടുത്തൊന്നും അങ്ങനെ നടന്നിട്ടില്ല. ഇപ്പോൾ ഈ സംഘടന പ്രവർത്തന യാത്രകളൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ടായിട്ടുള്ളൂ. അതല്ലാതെ ഇപ്പോൾ യാത്രകളൊന്നും അങ്ങനെ നടക്കാറില്ല. കേരളത്തിൽ തന്നെ ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ. മിനിസ്റ്ററിന് സോഹൻ എന്ന നടനോട് ഒരു ചോദ്യം ചോദിക്കാം. അങ്ങനെ ചോദിക്കാൻ പറ്റി പെട്ടെന്ന് അങ്ങോട്ട് ചോദിക്കാമെന്നല്ലേ? അങ്ങനെ ചോദിക്കാൻ തീരുമാനിച്ചാൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന പ്രൊജക്റ്റ് ഏതാണ്? ഇനിയിപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് മോത്ത് എന്ന് കൊണ്ടൊരു സിനിമയാണ്. ഞാനും ഹൈദരാബാദിലേക്ക് ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമയാണ്. അനിൽ ദേവ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ. ഏറ്റവും ആസ്വദിച്ച് ചെയ്തൊരു റോൾ ഏതാണ്? എല്ലാം ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ആസ്വദിക്കാതെ നമുക്ക് രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒരു മേഖലയിലും നമുക്ക്. ഞാൻ രണ്ടെണ്ണം ചോദിച്ചു. മമ്മൂട്ടിയുടെ പടമാണ് ആദ്യം ഡയറക്റ്റ് ചെയ്ത് വരുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഇതിപ്പോ എന്നെ പറ്റി മനസ്സിലാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതല്ല. അല്ല, ഞാൻ ആ ഒരു കാര്യം പറയാം. ആ ഒരു അനുഭവം ഇവർ തമ്മിലൊരു കോംബോ ഉണ്ടല്ലോ, ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ആത്മാർത്ഥ ബന്ധങ്ങളാണ്. അത് അന്നും ഇന്നും ഒരുപോലെ സൂക്ഷിക്കുന്ന ഒരാളാണ് സോൻ. എനിക്ക് പേഴ്സണൽ അറിയാവുന്നതുകൊണ്ടാണ്. അപ്പം മമ്മൂക്കാനെ മോഹൻലാലിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു അടുപ്പം വലുതായിരുന്നു. ആ അടുപ്പം വെച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ വിളിച്ചു മനുഷ്യനെ അറിയാൻ വേണ്ടിയാണ്. ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ ഒക്കെ നടക്കുന്ന സാഹചര്യമില്ല, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണ്ട് മിനിസ്റ്ററോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സംഭാഷണത്തിൽ? ഓപ്പറേഷൻ തൂഫാനോ? അല്ല, അപ്പോൾ ഒരു മിനിസ്റ്റർ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതൊരു വലിയ ഇനിഷ്യേറ്റീവാണ്. നമ്മുടെ കേരളത്തിൻ്റെ യുവാക്കളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഗവൺമെൻറ്റിനോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ വ്യക്തികളും അതിൽ എന്താ പറയുക അതിൻ്റെ ഭാഗമാവണം, വാരിയറാവണം എന്നാണല്ലോ മന്ത്രി ആഹ്വാനം ചെയ്തത്. അതിൻ്റെ എന്താ പറയുക വാരിയേഴ്സാണ് മലയാള സിനിമയും സംഘടനകളൊക്കെ ഞങ്ങളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവൺമെന്റും സംഘടനകളും വ്യക്തികളും എല്ലാവരും കൂടി ഒരു തീരുമാനം അതങ്ങനെയാണല്ലോ. അത് ഒറ്റയ്ക്കൊരു ഗവൺമെന്റിന് മാത്രമായിട്ടും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഗവൺമെന്റ് വരുമ്പോൾ നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരും എല്ലാവരും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഒത്തിരി സന്തോഷം അല്ലേ സോ? ഇനി നേരെ എറണാകുളത്തേക്കാണോ അതോ തിരുവനന്തപുരത്ത് തന്നെ? അല്ല, ഞാൻ ഇന്ന് വൈകിട്ട് തിരിച്ചു പോകും. നാളെ കുറച്ച് പരിപാടികൾ അവിടെ ഉണ്ട്. പിന്നെ മറ്റന്നാ വാഹനങ്ങളെ പറ്റിയിട്ട് എന്താണ്? അതാണ് എനിക്കൊരു ചോദ്യം. ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ബാക്കി ഉണ്ടായിരുന്നു. വാഹനങ്ങളെ കുറിച്ച് ഇഷ്ടപ്പെട്ട വാഹനം ഏത്? കാറിൽ യാത്ര ചെയ്യാനാണ് അല്ലെങ്കിൽ ബൈക്കുകളോട് അങ്ങനെ വാഹനങ്ങളെ പറ്റി? എനിക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കുറേയേറെ കാലങ്ങൾ എനിക്ക് പറ്റാറില്ല. അത് നമ്മുടെ ഈ കേസ് സമരങ്ങളിലൊക്കെ ഭാഗമായി പറ്റിയ കുറച്ച് ചില അവശേഷിപ്പുകളുണ്ടാവുമല്ലോ. പിന്നെ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന സംഘടനത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറ്റിയ കുറേ പരിക്കുകൾ കാരണം ബൈക്ക് റൈഡ് എനിക്ക് പിന്നെ അതിന് ശേഷം പറ്റിയിട്ടില്ല. ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് കോളേജിലേക്ക് 50-55 കിലോമീറ്റർ യാത്രയും ദൂരം ബൈക്കിന് പോകാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈക്കിന് കേരളം മുഴുവൻ യാത്ര ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതും നടന്നില്ല. അതുകൊണ്ട് ബൈക്ക് റൈഡിങ് ആണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും, പക്ഷേ അത് നടക്കാറില്ല. പിന്നെ വാഹനങ്ങളിൽ എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടായിരുന്നൊരു വണ്ടി ആദ്യം ഉണ്ടായിരുന്നൊരു പിന്നെ ഒരു എത്തിയോസ് ആയിരുന്നു ഞാൻ കുറച്ച് ലാബ്രസനായ സമയത്ത് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു ഇന്നോവ സെക്കൻഡ് ഹാൻഡാണ് ഉപയോഗിച്ചിരുന്നത്. ആ വണ്ടി എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ഉപയോഗിച്ചിരുന്ന 2 വണ്ടിയും ടൊയോട്ടയുടെ ആണ്. എനിക്ക് വലിയ കംഫർട്ട് ഉണ്ടായിരുന്ന വണ്ടികളാണ്. ഇപ്പോൾ പിന്നെ ഗവൺമെൻറ് ഓരോ വണ്ടികളിലൊക്കെയാണ് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാർ ഡ്രൈവ് ചെയ്യുന്നത് ഇഷ്ടമാണ്. പകലെ ഓടിച്ചാൽ ഞാൻ ഉറങ്ങി പോകും. രാത്രി എത്ര സമയമുള്ള ഞാൻ ഉറക്കം ചെന്ന് ഓടിക്കും. പകലെനിക്ക് വണ്ടിയിൽ കയറി ഇരുന്നാൽ നല്ല വെയിൽ ഉള്ള സമയമാണെങ്കിൽ ഒരു ഗ്ലാസ്സിലൂടെ ഇങ്ങനെ ക്ലിയർ അടിക്കുമല്ലോ, അതുപോലെ ഈ AC-യുടെ കാറ്റ് കൊണ്ടിട്ട് ഞാൻ എങ്ങനെ എന്ത് സംഭവിച്ചാലും എനിക്ക് ഉറക്കം വരും. വണ്ടി കയറി ഞാൻ അപ്പോൾ ഉറങ്ങും. അതൊരു പ്രശ്നമാണ്. അത് KSRTC പോകുമ്പോൾ നമ്മളിങ്ങനെ ഒട്ടി കുടിച്ച് ഉറങ്ങി പോകുന്ന ആളാണ്. ആ കാറ്റടിച്ചാൽ അപ്പോൾ ഉറക്കം വരും. വണ്ടി ഓടിക്കുകയാണെങ്കിൽ രാത്രി എന്തോരം കൊണ്ട് ഓടിക്കാം. ഫുൾ നൈറ്റ് വേണമെങ്കിൽ കുത്തിരുന്ന് ഓടിച്ചു, ഒരു കുഴപ്പമില്ല. രാത്രി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രാത്രി ഓടിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ രാവിലെ ഒരു 10 മണി 11 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മണിയുള്ള സമയത്തിനിടയിൽ ഏത് നിമിഷവും ഞാൻ വണ്ടി ഓടിച്ച് ഉറങ്ങും. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാലും എനിക്ക് പ്രശ്നമാണ്. ഞാൻ ആദ്യം ഇങ്ങനെ തൃശ്ശൂർക്ക് പോകുന്ന വഴിക്കൊക്കെ
ഒരു 50 കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് ഒരു 50 കിലോമീറ്റർ ദൂരമുണ്ട്. ഡെയിലി പോകും വേണം. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഓരോ പരിപാടികളുണ്ട്. പരിപാടിയിലുള്ള ദിവസം ഇങ്ങനെ ഒരു 15 മിനിറ്റ് ഡ്രൈവ് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് ഇറങ്ങിയ ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞ് 10 അങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ പ്രശ്നമില്ല. ത്രൂ ഔട്ടാണെങ്കിലും 1.5 മണിക്കൂർ വണ്ടി ഡ്രൈവ് ചെയ്യണം. ഇതിനിടയിൽ ആ പാലിയേക്കര പരിസരത്ത് ഏതെങ്കിലും ഹൈവേയുടെ സൈഡിൽ എൻ്റെ വണ്ടി ചിലപ്പോൾ നിർത്തിയിട്ട് ഞാൻ 10 മിനിറ്റ് കിടന്നുറങ്ങണ്ട. പകലത് വലിയ പ്രശ്നമാണ്, രാത്രി ഉറക്കം വിഷയം. ഇപ്പോൾ ഇതിൽ ജനങ്ങളുടെയൊക്കെ ധാരണ മന്ത്രിമാരെന്ന് പറയുമ്പോൾ അവർ ഭയങ്കര സുഖലോപരായിട്ട് ജീവിക്കുന്നതാണ്. പക്ഷെ ഇപ്പം മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യത്തില്ലേ, പല മിനിസ്റ്റേഴ്സും അവരാ രാഷ്ട്രീയ ജീവിതത്തിൽ അവരുടെ ഒരു പടവുകൾ ചവിട്ടി വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സമര പരിപാടികളിലും അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവർക്ക് ശാരീരികമായി ഏറ്റിട്ടുള്ള ഒരു ബൈക്ക് ഓടിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ എനിക്കൊരു KSU മാർച്ചിൻ്റെ 2016 ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ് വന്നിട്ട് ആദ്യത്തെ മാർച്ചിൻ്റെ ഒരു സമരം തൃശ്ശൂർ DIG കമ്മീഷൻ ഓഫീസിലേക്ക് കടന്നൊരു സമരമാണ്. അപ്പോൾ അന്നൊരു എൻ്റെ ഇപ്പോഴും ആ ഫോട്ടോ ഉണ്ട്. എനിക്ക് ആ ഫോട്ടോ, ആ പോലീസുകാരൻ നല്ല ചെറുപ്പമാണ്, അവൻ ഇപ്പോഴും സർവീസും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അയാളെന്തോ 6 അടിക്കുന്ന പോലെയാണ് ഇങ്ങനെ ഓങ്ങി വന്നിട്ട് പുറകിൽ നടക്കുക. അപ്പോൾ എനിക്ക് അടി അന്ന് കൊണ്ടതിൻ്റെ ഈ ഷോൾഡറിനാണ്. അതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ വരുമല്ലോ, പെട്ടെന്ന് ഷോൾഡർ ധരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രയാസവും. അതുപോലെ തന്നെ രണ്ടാമത്തെ അടി എൻ്റെ കിട്ടിയ എൻ്റെ കഴുത്തിനാണ്. അതൊരു വലിയ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്ന ഒരു ഭാഗം തന്നെ അവിടെ വന്നു. പിന്നെ കുറേ കാലം ഒഴിച്ചിൽ കേസിക്ക് ശേഷം അതൊക്കെ നേരെയായത്. ഇത് ഈ സമരങ്ങൾ ഒരു 5 മിനിറ്റ് സമയത്ത് ഒരു സംഘർഷം അടി, അല്ലെങ്കിൽ ഒരു കൂടിപ്പോയാലും ഒരു മണിക്കൂർ സമയത്ത് ഒരു സംഘർഷം ഉണ്ടാകുന്നുള്ളൂ. ഇതിൻ്റെ കാഷ്വാലിറ്റി ലൈഫ് ലോങ്. കേസ് ചുരുങ്ങിയത് ഒരു 10 വർഷം. അപ്പോൾ ഞങ്ങളുടെ 2016 കേസുകളൊക്കെ പല കേസുകളും ഞങ്ങൾ ട്രയൽ നടത്തി തന്നെയാണ് തീർത്തത്. നോൺ വൈൽ ഒഫൻസിൻ്റെ എല്ലാ കേസും പ്രത്യേകമായിട്ട് വക്കീലിനെ വെച്ച് ട്രയൽ നടത്തിയാണ് ഞങ്ങൾ തൃശ്ശൂരിലെ കേസ് കൊടുത്തതൊക്കെ തന്നെ തീർത്തത്. അതുപോലെ തന്നെ മറ്റേ സ്ഥലത്ത്. അപ്പോൾ 9 വർഷം 9.5 വർഷമൊക്കെയാണ് ഈ കേസിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ നീണ്ടു പോവുകയാണ്. പലപ്പോഴും വിളിക്കും, എല്ലാവരും വരാൻ പറ്റില്ല, ആരെങ്കിലും ജോലിക്ക് വീണ്ടും ആരെങ്കിലും എന്തെങ്കിലും അതുണ്ടാവും, അപ്പോൾ അന്ന് വീണ്ടും മാറ്റി വയ്ക്കും, വീണ്ടും വരും. 10-40 പേരാണല്ലോ ഓരോ കേസിലും പ്രതികളൊക്കെ ഉള്ളത്. അതിങ്ങനെ നീണ്ടു പോകും. അതിലെത്ര പേരുടെ ജീവിതം വലിയ പ്രയാസം, അതായത് വിദ്യാർത്ഥി സമയം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ വിട്ട് കുറച്ച് പ്രയാസങ്ങളും ജീവിത പ്രയാസം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജോലിക്ക് പോകാൻ തീരുമാനിക്കും. ജോലിക്ക് പോകാൻ തീരുമാനിച്ചേക്കും ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും ഈ കേസ് വിളിക്കുന്നത്. ലീവ് തോന്നിയ പോലെ ലീവ് അവിടെ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇവിടെ ഓടയിൽ ഹാജരാൻ കഴിയില്ല, ഇത് വാറുണ്ടാവും. ഇത് ജാമ്യം എടുക്കാൻ പറ്റുമെങ്കിൽ അവിടുത്തെ ജോലിക്ക് അന്ന് എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കാര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഫയർ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്താക്കപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഈ സമരങ്ങളിലൊക്കെ ഭാഗമായി നിന്ന് ചെറുപ്പക്കാരൊക്കെ അനുഭവിച്ചിരുന്ന ഒരു വലിയ പ്രയാസമുണ്ട്. സാധാരണ ഇതിൽ 5 വർഷം കൂടുമ്പോൾ ഗവൺമെൻറ് മാറും. അപ്പോൾ കുറേയേറെ കേസുകളൊക്കെ പൊളിറ്റിക്കൽ എടുത്ത കേസൊക്കെ റൈറ്റ് ഓഫ് ചെയ്യപ്പെടും. ഇത് 10 വർഷമല്ലായിരുന്നു ഞങ്ങൾ പ്രതിപക്ഷത്ത്, തുടർച്ചയല്ലേ, ഇത് തീരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഞങ്ങൾ കേസുകാരെ യുക്കോണുകാരെയൊക്കെ സംബന്ധിച്ചിട്ട് ഈ ഗവൺമെൻറ് മടുത്ത് നമ്മൾ അല്ല, സമരം തന്നെ 10 കൊല്ലമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഈ ഒരു 10 വർഷത്തിനിടയിൽ 10 ഈ അവസാനത്തെ ഒരു വർഷത്തിനിടയിൽ 10 റിമാൻഡ് പോയ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. 30 കൊല്ലത്തെ കേസായി. തുടർച്ചയായി റിമാൻഡ് 10 റിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു റിമാൻഡ് 14 ദിവസം പോയി, അതിൽ 7 ദിവസം കഴിയുമെങ്കിലും മിനിമം ജാമ്യം കിട്ടി കണക്കാക്കാം. അപ്പോൾ ഒരു 10 റിമാൻഡ് കഴിഞ്ഞാൽ 70 ദിവസം അവിടെ പോയോ. 70 ദിവസം തന്നെ വീട് കഴിയണ്ടേ. കുറച്ച് സമയം അവന് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊക്കെ കഴിക്കാൻ വൈകി പോലെ എല്ലാവരും ആഗ്രഹമല്ലോ. കുട്ടികളൊക്കെ പഠിക്കുന്നവരും +2 പഠിക്കുന്ന പ്രായമൊക്കെയുള്ള വളരെ നേരത്തെ കഴിച്ച കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ. 10 ദിവസം ഒരു വട്ടം പോയി, അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് അപ്പോഴേക്കും അവിടുത്തെ ജോലിയും പോയി, ഉണ്ടായിരുന്ന ജോലി എപ്പോഴേക്കും പോയിട്ടുണ്ടാവും. പിന്നെ ഇറങ്ങി വന്ന് അല്ലെങ്കിൽ വല്ല ഇൻഷുറൻസ് അക്കൗണ്ടൊക്കെ ചേർക്കുന്ന ബാങ്കുകളിലെ പ്രൈവറ്റ് ബാങ്കുകളിലെ ജോലിയൊക്കെ ആയിരിക്കും. അപ്പോഴേക്കും അവിടെ ടാർഗറ്റ് വയ്ക്കാൻ വേണ്ടിയാണ് അവിടുത്തെ പണി പോയിട്ടുണ്ടാവും. വേറൊരു ജോലിക്ക് കയറി കുറച്ച് സമയത്ത് അടുത്ത സമയത്ത് പോയിട്ട് വീണ്ടും 10 ദിവസം പോയി. ആ ഒരു 70 ദിവസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ സ്ഥിതി ആലോചിച്ച് നോക്കി, ആ കുടുംബം അനുഭവിച്ച സാക്രിഫൈസ് ആലോചിച്ച് നോക്കി. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ 102 സീറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ പറയാം, എന്നെ മുമ്പ് അറിയാമായിരുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള എന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാത്ത, പേരറിയാത്ത, മുഖം അറിയപ്പെടാത്ത ആയിരക്കണക്കിന് പ്രവർത്തകർ നടത്തിയൊരു കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ് ഈ 102 സീറ്റിൻ്റെ ജയം എന്ന് പറയുന്നത്. ഈ റിമാൻഡിൽ പോയ പലരും ഞങ്ങളുടെ അടുത്തൊന്നും ഒരു ആവശ്യം പോലും പറഞ്ഞു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ആവശ്യം പോലും പറഞ്ഞു വന്നിട്ടുണ്ടാവില്ല, ഒരു ജോലി പോലും ചോദിച്ചവർ വരുന്നില്ല, ഒരു അഡ്മിഷൻ പോലും ചോദിച്ചവരാരും വരുന്നില്ല. അവർ ഇപ്പോഴും വീണ്ടും സമരം നടക്കുന്നു, അവരതിൻ്റെ ഭാഗമാകുന്നു. അവരൊക്കെ ഒരു സാക്രിഫൈസാണ് ഗവൺമെൻറ്. അവരെ മാത്രമല്ല, അവർ പോയ സമയത്ത് അവരുടെ കുടുംബങ്ങൾ കൂടി ഇതിൻ്റെ പുറകിൽ സാക്രിഫൈസ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ജനറേഷൻ്റെ ഇതാണ്. 10 കൊല്ലം പ്രതിപക്ഷത്ത് ഒരേ പരിപാടി തന്നെ, സമരം തന്നെയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് യുക്കോൺഗ്രസിനും കേസിനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബേർഡൻ ഭയങ്കരമായിരുന്നു, അതിഭീകരമായിരുന്നു. എത്രയോ കേസുകാർക്ക് ഒരു തൊഴിലവസരം പോലും കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി. PCC കിട്ടില്ലല്ലോ, എത്ര കേസാണ്. ഞാൻ തന്നെ പാസ്പോർട്ട് എടുത്ത് ഈ സമീപകാലത്താണ്. ഞാൻ യുക്കോൺസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് റിയാദിൽ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി വളരെ നിർബന്ധപൂർവ്വം വിളിച്ചപ്പോഴാണ് ഞാൻ പാസ്പോർട്ട് എടുക്കാൻ തീരുമാനിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ എന്തായാലും ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ നേരത്തെ കേസൊക്കെ ഓടിയാണ് ജാമ്യം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കേസുകളെയും സംബന്ധിച്ച് ഡീറ്റെയിൽസ് എടുത്ത് കുറേ കേസൊക്കെ ഫൈൻ അടച്ച് തീർത്ത്, കുറേ കേസൊക്കെ ജാമ്യം എടുത്ത് അങ്ങനെയൊക്കെ വന്ന്
എന്നിട്ട് ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് 72 കേസ് കാണിക്കേണ്ടതായിട്ട് വന്നു നോമിനേഷൻ പേപ്പറിൽ. ഞാൻ സ്ഥാനാർത്ഥികളുടെ പരസ്യം വരുമല്ലോ നോമിനേഷൻ പേപ്പറിൽ, നോമിനേഷൻ്റെ കേസുകളുടെ ഡീറ്റെയിൽസ് ഏതെങ്കിലും പത്രങ്ങളിലൊക്കെ പരസ്യം ചെയ്യണം. അപ്പോൾ ഈ പരസ്യം ചെയ്യുന്ന സമയത്ത് ഞാനെല്ലാ പത്രങ്ങളിൽ വന്ന പരസ്യങ്ങളൊക്കെ ചിലർക്ക് എടുത്ത് നോക്കിയപ്പോൾ ചിലർക്കൊക്കെ ഒറ്റ വരികയേ ഉള്ളൂ, അദ്ദേഹത്തിന് വലിയ കേസൊന്നുമില്ല, അത് മാത്രം മതി. എനിക്ക് അതിൻ്റെ ഒരു വലിയ പേജ് കൊടുക്കേണ്ടി വന്നു. അതിന് വലിയ പൈസ, അതിന് വേറെ ആ പൈസക്ക് എൻ്റെ ഇലക്ഷൻ ചിലവർ കയറുകയും ചെയ്യാണ്. എല്ലാ സമരത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റവും കേസ് കേരളത്തിലുള്ളത് എൻ്റെ ഇൻക്വയറിയൊക്കെ സമർപ്പിക്കുകയാണ്. അത് യുക്കോൺസ് പ്രസിഡന്റ് ആയ സമയത്ത് നടത്തിയ ഒരു ഹർത്താലിനെയാണ്. അത് ഇപ്പോഴും ഓരോ ഇലക്ഷൻ മത്സരത്തിന് വേണ്ടി നോമിനേഷൻ കൊടുക്കുമ്പോൾ ആയിരക്കണക്കിന് കേസ് ഡീറ്റെയിൽസ് കൊടുക്കല്ലേ. ഇത് ഏത് കാലത്ത് റൈറ്റ് ഓഫ് ചെയ്യപ്പെടാത്ത കേസുകളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ കുറേയേറെ കേസുകൾ കാണിക്കണം. 73 കേസ് ഈ ലാസ്റ്റ് ടൈമിൽ പോലും കാണിക്കേണ്ടതായിട്ട് വന്നു. ഓരോ ജില്ലയിൽ ചില ജില്ലയിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയതാണ്, അവിടെയും പ്രതിയാകുമല്ലോ സ്വാഭാവികം. അപ്പോൾ അതും കാണിക്കേണ്ടതായിട്ട് വരും. ഞാൻ ജില്ലാ പഞ്ചായത്ത് മത്സരിച്ച സമയത്ത് ഞാൻ വിവരാവകാശം വെച്ചിട്ടാണ് കേസെടുത്തത്. ഇനി ഒരു റിസ്ക് വേണ്ടെന്ന് എഴുതിയിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരാവകാശം വെച്ചു. എല്ലായിടത്തും വിവരാവകാശം എടുത്തിട്ട് ഒന്നിച്ച് തുണിക്കെട്ടി കൂട്ടി പിന്നെ നോമിനേഷൻ കൊടുത്തു. അപ്പോൾ എൻ്റെ നോമിനേഷൻ വന്ന സമയത്ത് കളക്ടറാണ് ഭരണാധികാരി. അപ്പോൾ എൻ്റെ ഒപ്പണൻ്റ് കാൻഡിഡേറ്റ് തൊട്ടടുത്തിരിക്കുന്നുണ്ട്, BJP അവരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഏറെക്കുറെ ഒരുമിച്ച സമയത്താണ് കയറുന്നത്. അപ്പോൾ അവർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒന്നിങ്ങനെ സ്ക്രൂട്ടിനി സമയത്ത് എൻ്റെ നോമിനേഷൻ എടുത്തിട്ട് ആളിങ്ങനെ മറച്ചു നോക്കിയിട്ട് അദ്ദേഹം മറച്ചു നോക്കി പിന്നെ ഇങ്ങനെ നോക്കുകയാണ്, കിടറിങ്ങനെ മറച്ചു നോക്കുകയാണ്. അത്രമാത്രം അറ്റാച്ച് ചെയ്യേണ്ടി വന്നു പേജുകൾ വേറെ. ആ കോളത്തിൽ തികയാണ്ട് വേറെ കുറേ പേജ് കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നു. ആ കേസൊക്കെ പിന്നെ തീർന്നു. അപ്പോഴേക്കും വേറെ പുതിയത് തോന്നുന്നു. ഞാൻ 36 വയസ്സിലാണ് ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത്. 18 വയസ്സിൽ ഞാൻ പാസ്പോർട്ട് എടുക്കുക. അന്ന് മുതൽ തുടർന്ന് ഇത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് എന്തായാലും പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ട് കാര്യമില്ല, കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഞാൻ പിന്നെ സ്പെഷ്യൽ പ്രൊവിഷൻസ് വെച്ചിട്ടാണ് എടുത്തത്. എല്ലാം കൂടി പിന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മറ്റേ CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡൽഹിക്ക് പോയോ? അല്ല, പനമ്പള്ളി ഒരു പരിപാടി എടുത്തിട്ട് കേസായി. കണ്ടാലറിയാവുന്ന ആളുകളുടെ പേരിൽ കണ്ടാലറിയാവുന്ന ആളുകൾ അതുണ്ട്. അത് ചില പോലീസുകാർക്ക് ഒരു പ്രത്യേകതയാണ്. കണ്ടാലറിയാവുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ ഈ കണ്ടാലറിയാവുന്ന കണ്ടാലറിയാവുന്ന ആൾക്കാരുടെ പേര് മുഴുവൻ എഴുതി വയ്ക്കും. അപ്പം അങ്ങനെയും നമ്മൾ പങ്കെടുക്കാത്ത പല കേസുകളിലും ഇടക്കാലം കൊണ്ടൊക്കെ അവർക്ക് ആരുടെയാണോ അഡ്രസ്സ് കിട്ടുന്നത് ഞാൻ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരാൾ മാത്രമായിട്ട് പങ്കെടുത്തു പോയ കേസുകളിലൊക്കെ ഏറ്റവും അറിയാവുന്ന പേരാണല്ലോ. ഇപ്പോൾ DCCയുടെ സമരം നടക്കുന്നു. ഇപ്പോൾ DCC സമരത്തിൽ യൂക്കോമേഴ്സിന് പ്രത്യേകിച്ച് നമ്മൾ നടത്തിയ സമരമല്ല. അപ്പോൾ ഞങ്ങളുണ്ടാവും പാർട്ടാവും എന്നുള്ളതല്ലാതെ അപ്പോൾ അതിലും കേസെടുക്കുമ്പോൾ DCC നേതാക്കന്മാരുടെ പേരിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം നേരെ യൂക്കോമേഴ്സ് ജില്ലാ പ്രസിഡന്റ് അതും കൂടി എഴുതി വെച്ചു. കാരണം എൻ്റെ പേര് അറിയാം, എൻ്റെ അഡ്രസ്സ് അറിയാം, ഇനി അത് വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അത് അവരേലുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ KSU യൂക്കോമേഴ്സ് സമരങ്ങളിലെ കേസും വരും, ഈ DCC സമരത്തിൻ്റെ കേസും അതും വരും. പിന്നെ എപ്പോഴെങ്കിലും ആ പാലിയേക്കര ടോൾ കൂടി പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ നമുക്ക് ഇടപെടാനായിട്ട് വരും. അപ്പോൾ അവിടത്തേക്കും വരും. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിരുന്നു. അപ്പം എന്തായാലും കേസുകളും എല്ലാമായിട്ട് ഇപ്പോൾ എല്ലാത്തിൽ നിന്നും ഒന്ന് മോചനം നേടിയൊരു മന്ത്രിയായി. ഇല്ല, ഇപ്പൊ കേസുകളൊക്കെ തീർത്തതിന് ഇലക്ഷൻ നയിക്കാൻ പറ്റുള്ളൂ. തീർക്കല്ല, ജാമ്യം എടുത്ത് നയിക്കാമല്ലോ. കേസുകൾ ഇനിയിപ്പം സർക്കാർ നമ്മുടെ ആണല്ലോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു കേസ് വെക്കുന്നുണ്ട്, സെൻട്രൽ ജയിലിൽ പോയൊരു കേസ് വെക്കുന്നുണ്ട്. കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരത്തിലൊക്കെ നേതൃത്വം കൊടുക്കേണ്ടി വരും. അല്ല, രാഷ്ട്രീയ കേസുകളൊക്കെ തീരില്ല, അതിങ്ങനെ തീരില്ല. അപ്പം എന്തായാലും ഓണത്തിന് കുറച്ച് രാഷ്ട്രീയം പറഞ്ഞു, കുറച്ച് വീട്ടുകാരെയും പറഞ്ഞു, അതിൽ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോയി അല്ലേ? അതെ, പരമാവധി പോകാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചു. പക്ഷെ എന്നാലും രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. അതെ, രാഷ്ട്രീയമാണല്ലോ ഇവിടം വരെ എത്തിച്ചല്ലേ. അപ്പം ഒത്തിരി സന്തോഷം അല്ലേ? അതെ, വളരെ സന്തോഷം. നമ്മൾ ഇന്ന് നമുക്ക് പ്ലാൻ ചെയ്ത 3 മന്ത്രിമാരായിരുന്നു എന്ന് ജനീഷ്. പക്ഷേ അവർ 2 പേർക്കും എന്നെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചില പരിപാടികൾ വന്നുപോയി. നേരത്തെ ഷെഡ്യൂള് നേരെ തിരിച്ചായിരുന്നു, പക്ഷേ അത് ചില കാര്യങ്ങൾ കൊണ്ട് എത്താൻ പറ്റായിരുന്നു. അത് എന്നോട് പ്രത്യേകം പറയാനും പറഞ്ഞു. അതെ, അതും കൂടെ നമ്മൾ പറയണല്ലോ, പ്രേക്ഷകർ കാണുമ്പോൾ അതും കൂടെ ഒന്ന് പറയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രേക്ഷകർക്ക് എല്ലാവർക്കും കൂടി ഒരു ഓണാശംസകൾ പറയുവാണെങ്കിൽ എല്ലാ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.